من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس قد جاءكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാനിന്റെ ആദ്യ പകുതിയോളം പിന്നിടയും രണ്ടാം പാതിയിലേക്ക് നാം പ്രവേശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിന്റെ സ്വസ്ഥതയും സമാധാനവുമാണ് എല്ലാവരും കൊതിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരനുഗ്രഹം. വ്യത്യസ്തങ്ങളായ കാലാവസ്ഥകളുടെ കൂട്ടത്തിൽ വസന്തകാലം എല്ലാ ആളുകളും ഏറെ ഇഷ്ടപ്പെടുന്ന കാലമാണ്. കാരണം മനുഷ്യന് സുഖം നൽകുന്ന പ്രത്യേകമായ കാലാവസ്ഥയും അതുപോലെ തന്നെ സസ്യലതാദികളും ചെടികളുമെല്ലാം മുളച്ചു പൊങ്ങുകയും ഹരിതവൽക്കരണം നടക്കുകയും കായികനികളും പുഷ്പങ്ങളുമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന മനുഷ്യന് വളരെ ആനന്ദം നൽകുന്ന ഹൃദ്യമായ കാലമാണ് വസന്തകാലം എന്ന് പറയുന്നത്. ഇതൊരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഈ ഒരാഗ്രഹം, ഒരാളുടെ ഹൃദയത്തിൽ എല്ലാ അവസരത്തിലും വസന്തമായിരിക്കണം, അവന്റെ മനസ്സിൽ എപ്പോഴും സമാധാനമായിരിക്കണം, ആശ്വാസമായിരിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഒരാളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കാര്യഗൗരവത്തോടുകൂടി നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു തന്ന ഒരുപാട് ദുആകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. ആ ദുആകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് ഈ ഒരു വസന്തകാലത്തിന്റെ അനുഭവങ്ങളാണ്. അവന്റെ മനസ്സിന് വലിയ ശാന്തിയാണ്, സമാധാനമാണ്. ലോകത്തിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതും മനുഷ്യർക്കിന്ന്
ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നതും സ്വസ്ഥതയാണ്, സമാധാനമാണ്, മനസ്സിന്റെ സുഖമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മനഃശാന്തി തേടിയിട്ടാണ് ആളുകൾ പലയിടങ്ങളിലും കയറിയിറങ്ങുന്നത്. ബാബമാരുടെയും അമ്മമാരുടെയും കാൽ കീഴിൽ പോയി സുജൂദിൽ കിടക്കുന്നതും അത്തരം ആശ്രമങ്ങളിൽ പോയി കുടിയിരിക്കുന്നതുമൊക്കെ ആശ്വാസവും മനഃശാന്തിയും തേടിയിട്ടാണ്. ഒരിടത്ത് നിന്ന് ശാന്തി ലഭിക്കാതാകുമ്പോൾ മറ്റു ചില മേച്ചിൽപ്പുറങ്ങൾ തേടി അലയുകയാണ് മനുഷ്യന്മാർ. ഒരു രാജ്യത്ത് നിന്ന് ശാന്തി കിട്ടാതാകുമ്പോൾ മറ്റൊരു രാജ്യത്തിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാർ. അങ്ങനെ എല്ലാവരും തേടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനസ്സമാധാനവും സ്വസ്ഥതയും ശാന്തിയുമൊക്കെ. മനുഷ്യന്റെ മനസ്സുകളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾക്ക്, അവന്റെ മനസ്സിനെ കലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾക്ക് അർഹമുർ-റാഹിമീനായ നാഥൻ നൽകുന്ന ഒറ്റമൂലിയാണ് അള്ളാഹുവിനെ ഓർക്കേണ്ട നിലക്ക് ഓർക്കുക എന്ന ഔഷധം. അതുപോലെ മനസ്സിന് സമാധാനമേകുന്ന ഒന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. മനുഷ്യ മനസ്സുകളിൽ സമാധാനവും ശാന്തിയും എന്നും തുടിച്ചു നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള മാർഗം അവനെ ഓർക്കേണ്ട നിലക്ക് ഓർത്തുകൊണ്ട് ജീവിക്കൽ മാത്രമാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുരന്തങ്ങളും നിത്യേന വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു അല്ലാത്തവരോട് സങ്കടം പറഞ്ഞു പ്രാർത്ഥിച്ച്, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ച്, അവരെ വിളിച്ചുകൊണ്ട് കരഞ്ഞു പറഞ്ഞ്, അവരുടേതായ കേന്ദ്രങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളെന്ന് പേരിട്ടുകൊണ്ട് അത്തരം കേന്ദ്രങ്ങളിലും ഒക്കെ പോയിട്ട് അവരോട് ശാന്തി തേടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ ജനങ്ങളോട് വളരെ കൃത്യമായി നമുക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സന്ദേശം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സന്ദേശമാണ്. അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു. സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മാ ഖാല അബ്ദുൻ ഖത്തു ഇദാ അസാബഹു ഹമ്മുൻ ഔ ഹുസ്നുൻ അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖദാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക അൻ തജഅലൽ ഖുർആന റബിയ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി إلا أذهب الله عز وجل همه وأبدله مكان حزنه فرحا قالوا يا رسول الله ينبغي لنا أن نتعلم هؤلاء الكلمات قال أجل ينبغي لمن سمعهن أن يتعلمهن. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണിത്. എന്താണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഏതെങ്കിലും ഒരടിമ, ആ അടിമക്ക് വിഷമമുണ്ടാകുന്നു, അവന്റെ മനസ്സിന് വേദനയുണ്ടാകുന്നു, അവന്റെ മനസ്സിൽ വലിയ സംഘർഷങ്ങൾ ഉരുണ്ടുകൂടുന്നു, അവന്റെ മനസ്സ് വല്ലാതെ വിഷമിക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്. ആ സന്ദർഭത്തിൽ അവൻ എന്താണ് ചെയ്യേണ്ടത്? എവിടേക്കാണ് അവൻ നെട്ടോട്ടം ഓടേണ്ടത്? ആരോടാണ് അവൻ സങ്കടം പറയേണ്ടത്? എന്താണ് അവന്റെ മനസ്സിനേക്ക് അടക്കത്തിന് വേണ്ടി അവൻ ചെയ്യേണ്ടുന്ന മാർഗം എന്താണ്? ഹബീബായ റസൂല് പഠിപ്പിക്കുന്നു. അവൻ ഇങ്ങനെ പറയട്ടെ, അല്ലാഹുമ്മ
ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക, അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ്, നിന്റെ അടിമയുടെ മകനാണ്, നിന്റെ അടിമ സ്ത്രീയുടെയും മകനാണ്, അഥവാ ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. നാസിയതി ബിയദിക, എന്റെ മൂർധാവ്, എന്റെ എല്ലാ നിയന്ത്രണങ്ങളും നിന്റെ കയ്യിലാണ്. മാലിൻ ഫിയ ഹുക്മുക, എന്നിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത് നിന്റെ വിധിയാണ്, നിന്റെ എല്ലാ വിധികളും എന്നിൽ കഴിഞ്ഞു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അദ്ലുൻ ഫിയ ഖദാഉക, നിന്റെ തീരുമാനങ്ങളും നിന്റെ വിധികളും ഒക്കെ നീതിപൂർവം തന്നെയാണ്. ഒരനീതിയും നീ ഒരാളോടും ചെയ്തിട്ടില്ല, ഒരനീതിയും നീ ഒരാളോടും ചെയ്യുന്നവനല്ല. അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്, ബികുല്ലി ഇസ്മിൻ ഹുവ ലക, നിനക്ക് ഏതെല്ലാം പേരുകളുണ്ടോ, ഏതെല്ലാം പേരുകൾ അല്ലാഹുവിനുണ്ടോ, ആ പേരുകളൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. സമ്മൈത ബിഹി നഫ്സക, നീ നിനക്ക് തന്നെ വെച്ചിട്ടുള്ള ഏതെല്ലാം പേരുകളുണ്ടോ, ഔ അൻസൽതഹു ഫീ കിതാബിക, അല്ലെങ്കിൽ നിന്റെ കിതാബിൽ നീ അവതരിപ്പിച്ചിട്ടുള്ള ഏതെല്ലാം പേരുകളുണ്ടോ, ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക, അതല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളിൽ നിന്ന് ആർക്കൊക്കെ നീ ആർക്കെങ്കിലും നീ പഠിപ്പിച്ചു കൊടുത്ത പേരുകൾ ഉണ്ടെങ്കിൽ, അവിസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക, അതൊന്നുമല്ലെങ്കിൽ നിന്റെ അടുക്കൽ നീ കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുള്ള, നീ പ്രത്യേകമായി കൂട്ടിവെച്ചിട്ടുള്ള, നീ കരുതി വെച്ചിട്ടുള്ള ഏതെങ്കിലും അറിവുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പേരുണ്ടെങ്കിലും ആ എല്ലാ പേരുകളും നിനക്കുള്ളതാണ്. ആ അസ്മാഉകൾ മുഴുവനും മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഇനിയാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം, ഇനിയാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം ഈ ദുആയിൽ വരുന്നത്. അല്ലാഹുവിന്റെ മുഴുവൻ ഇസ്മുകളെയും മുൻനിർത്തിക്കൊണ്ട് മനുഷ്യൻ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. അൻത ജഅലൽ ഖുർആന, അല്ലാഹുവോട് നമ്മൾ എന്താ അവന്റെ മുഴുവൻ പേരുകളും മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നത്? അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, യാചിക്കുകയാണ്. എന്തിനു വേണ്ടി? അൻത ജഅലൽ ഖുർആന, ഖുർആനിനെ നീ ആക്കി തരണമേ, ഖുർആനിനെ നീ നിശ്ചയിച്ചു തരണമേ. റബീഅ ഖൽബി, എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കി നിശ്ചയിച്ചു തരണേ. ഖുർആനിനെ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ. വനൂറ സദ്രി, എന്റെ ഹൃദയത്തിന്റെ പ്രകാശമാക്കണേ. വജലാഅ ഹുസ്നി, എന്റെ സങ്കടത്തിന്റെ പരിഹാരമാക്കണേ. വദഹാബ ഹമ്മി, എന്റെ മനോദുഃഖങ്ങളെല്ലാം പോക്കിക്കളയുന്ന നിലക്ക്, അതിന് പര്യാപ്തമാകുന്ന നിലക്ക്, എന്റെ മനസ്സിന് വെളിച്ചം പകരുന്ന നിലക്ക്, എന്റെ ഹൃദയത്തിന് വസന്തമായിക്കൊണ്ട് ഖുർആനിനെ നീ എനിക്ക് നിശ്ചയിച്ചു തരണമേ എന്ന് ഒരടിമ അല്ലാഹുവിനോട് പറഞ്ഞാൽ, അങ്ങനെ അല്ലാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും അടിമ ദുആ ചെയ്താൽ, ഇല്ലാ അദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മഹു, അവന്റെ ഏത് മനക്ലേശത്തെയും അല്ലാഹു നീക്കിക്കളയാതിരിക്കില്ല, ഏത് ബുദ്ധിമുട്ടുകളെയും അല്ലാഹു നീക്കുന്നതാണ്. വഅബ്ദലഹു, അല്ലാഹു അവന് പകരം കൊടുക്കുന്നതാണ്. മകാന ഹുസ്നിഹി ഫറഹാ, അവന്റെ സങ്കടത്തിന്റെ സ്ഥാനത്ത്, അവന്റെ സന്താപത്തിന്റെ സ്ഥാനത്ത് അല്ലാഹു അവന് പകരം നൽകുന്നത് ഫറഹൻ, സന്തോഷം തന്നെയാണ്. ഇത് സ്വഹാബിമാരങ്ങ് കേട്ടല്ലോ. സ്വഹാബിമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ജീവിതത്തിന്റെ ഏതെങ്കിലും കാര്യങ്ങൾ, മനസ്സിന് സമാധാനമേകുന്ന കാര്യങ്ങൾ, ആഖിറത്തിൽ ഉപകരിക്കുന്ന കാര്യങ്ങൾ, അതങ്ങ് കേട്ടാൽ ഞാനും നിങ്ങളുമൊന്നും കേൾക്കുന്നത് പോലെയല്ല. അവർക്കതപ്പോ പഠിക്കണം, അവർക്കത് മനസ്സിലാക്കണം, അവർക്കതിന്റെ ഗൗരവം തിരിഞ്ഞവരാണ്. അതുകൊണ്ട് ഉടനെ സഹാബിമാര് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, യൻബഗി ലനാ അൻ നതകല്ലമ ഹൗലാഇൽ കലിം അൻ നതഅല്ലമ ഹൗലാഇൽ കലിമാത്ത്,
ഈ പഠിപ്പിക്കപ്പെട്ട കലിമത്തുകൾ, ഈ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനാ വാചകങ്ങൾ ഞങ്ങൾ പഠിച്ചിരിക്കൽ നിർബന്ധമാണോ? ഞങ്ങളത് അറിഞ്ഞിരിക്കൽ അനിവാര്യമാണോ? ഞങ്ങളത് പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യൽ ആവശ്യമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അജൽ അതെ, യൻബഗി ലിമൻ സമിഅഹുന്ന, ഈ ദുആ ആരൊക്കെ കേട്ട് കഴിഞ്ഞുവോ, ഈ പ്രാർത്ഥന ആരൊക്കെ കേട്ട് കഴിഞ്ഞുവോ, അവന്റെ മേൽ അനിവാര്യം തന്നെയാണ് അൻ യതഅല്ലമഹുന്ന, ഇത് കൃത്യമായി തന്നെ പഠിച്ച് മനസ്സിലാക്കി വെക്കൽ അവന് അനിവാര്യം തന്നെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇവിടെ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്താണ് ഈ ഹദീസിലെ മർമ്മഭാഗം? എന്താണ്? മനുഷ്യന്റെ മനസ്സിന് സമാധാനം പകരാൻ, മനുഷ്യന്റെ മനസ്സിന് ടെൻഷൻ ഉണ്ടാകുമ്പോ, സംഘർഷം മനുഷ്യന്റെ മനസ്സിനെ ഉരുണ്ടുകൂടുമ്പോ, അവൻ അതിൽ നിന്ന് നീങ്ങിക്കിട്ടാൻ വേണ്ടി കുറച്ചു നേരത്തേക്ക് വല്ല വിനോദങ്ങളിലും ഏർപ്പെടലാണോ ശാശ്വത പരിഹാരം? അതല്ലെങ്കിൽ കുറച്ചു നേരം പുറത്തിറങ്ങി നടക്കലാണോ ശാശ്വതമായ പരിഹാരം? ആരോടും മിണ്ടാതെ ഒരു ഭാഗത്ത് മൗനിയായി ഇരിക്കലാണോ പരിഹാരം? അതല്ലെങ്കിൽ വല്ല ഫിലിമുകളും കണ്ട് ആസ്വദിച്ച് മനസ്സിന്റെ സംഘർഷത്തിന്റെ അയവ് വരുത്തലാണോ പരിഹാരം? അതല്ലെങ്കിൽ മദ്യപിക്കലാണോ പരിഹാരം? അതല്ലെങ്കിൽ സെക്സിന്റെ ലോകത്തേക്ക് പോകലാണോ ശാശ്വതമായ പരിഹാരം? അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് ഹറാമുകൾ ചെയ്യലാണോ പരിഹാരമായിട്ടുള്ളത്? ഒരിക്കലുമല്ല. ശാന്തിയും സമാധാനവും കിട്ടാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരോട് ആദ്യം അല്ലാഹു പറയുന്നത്, അല്ലാഹുവിനോട് തന്റെ വിനയം പറയലാണ്. അല്ലാഹുവേ, ഞാൻ നീ പടച്ചിട്ടുള്ള പടപ്പാണ്, നിന്റെ അടിമയാണ് ഞാൻ, നിന്റെ അടിമയുടെ മക്കളാണ് ഞാൻ, നീ സൃഷ്ടിച്ച മാതാപിതാക്കളുടെ മക്കളാണ് ഞാൻ, എന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് നീയാണ്, നിന്റെ തീരുമാനത്തിൽ അപ്പുറം ഇവിടെ ഒന്നും സംഭവിക്കില്ല, എന്റെ എല്ലാ നിയന്ത്രണങ്ങളും റബ്ബേ നിന്റെ കൈകളിലാണ്, എന്റെ തീരുമാനം, എന്ത് കാര്യത്തിൽ എന്ത് തീരുമാനം നീ എടുക്കുന്നുവെങ്കിലും അതൊക്കെയും നീതിപൂർവമാണ്, നീ ഒരാളോടും അനീതി ചെയ്യുന്നവനല്ല. വലാ യദ്ലിമു റബ്ബുക അഹദാ, നിന്റെ റബ്ബ് ഒരിക്കലും ദുൽമ് ചെയ്യുന്നവനല്ല. അല്ലാഹു ഈ ലോകത്ത് ഒരാളോടും അനീതി ചെയ്തിട്ടില്ല, അനീതി ചെയ്യുന്നവനുമല്ല. അനീതി എന്ന് പറയുന്നത് അല്ലാഹുവിങ്കൽ നിന്ന് സംഭവിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് റബ്ബിനോട് നമ്മൾ പറയേണ്ടത്, അല്ലാഹ് നിന്റെ തീരുമാനം മുഴുവനും സത്യമാണ്, നിന്റെ വിധി എനിക്ക് തൃപ്തിയാണ്, എന്റെ കാര്യത്തിൽ നീ എന്ത് വിധിച്ചാലും അതൊക്കെയും അതിലാണ്, നീതിയാണ്, ഒരക്രമവും അതിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല റബ്ബേ. എന്നാൽ അല്ലാഹുവേ, നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിന്നോട് ചോദിക്കാനുള്ള കാര്യത്തിന്റെ മുമ്പ് ഞാൻ നിന്നെ ധാരാളമായി വാഴ്ത്തട്ടെ. അള്ളാന്റെ ഓരോ പേരുകളും അള്ളാന്റെ വിശേഷണങ്ങളാണ്. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. റബ്ബ് നമ്മളോട് പറയുന്നു, ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ, അല്ലാഹുവിന് ഏറ്റവും നല്ലതായ പേരുകളുണ്ട്. ഒരു ഹദീസിൽ 99ഓളം പേരുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലപ്പുറവും നാമങ്ങളുണ്ട്. എത്രയാണ് അല്ലാഹുവിന്റെ വിശിഷ്ടങ്ങളായ ഉത്തമമായ പേരുകളെന്ന് നമുക്കറിഞ്ഞുകൂടാ. എല്ലാ പേരുകളും അല്ലാഹുവിന് എല്ലാ നിലക്കും അവന്റെ മദ്ഹുകളാണ്, അള്ളാന്റെ വിശേഷണങ്ങളാണ്. അങ്ങനെ ഏതെല്ലാം പേരുകൾ അല്ലാഹു തആല അവന് തന്നെ നിശ്ചയിച്ചിട്ടുണ്ടോ, അള്ളാന്റെ കിതാബിൽ അവൻ ഏതെല്ലാം പേരുകൾ പറഞ്ഞിട്ടുണ്ടോ, അള്ളാന്റെ പടപ്പുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പടപ്പിന് അള്ളാഹുവിന്റെ പേരുകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇനി അതൊന്നും പഠിപ്പിച്ചു കൊടുക്കാതെ അവന്റെ തന്നെ ഇൽമിൽ അവൻ കാത്തുവെച്ചിട്ടുള്ള പേരുകളുമുണ്ടോ? അങ്ങനെ എത്ര തന്നെ നല്ല പേരുകൾ നിനക്കുണ്ടോ, ആ പേരുകളെല്ലാം മുൻനിർത്തിക്കൊണ്ട്, അവയൊക്കെ മുൻപിൽ വെച്ചുകൊണ്ട്, അതിലൂടെ റബ്ബേ നിന്നോട് ഞാൻ കേഴുകയാണ്, നിന്നോട് ഞാൻ തേടുകയാണ്. അൻത ജഅലൽ ഖുർആന, ഖുർആനിനെ നീ നിശ്ചയിച്ചു തരണം. റബീയ ഖൽബി, എന്റെ ഹൃദയ വസന്തമാക്കി നിശ്ചയിച്ചു തരണമേ. ഖുർആനിനെ ഹൃദയ വസന്തമാക്കി തരണമെന്നാ തേടുന്നത്. വനൂറ സദരി, ഹൃദയത്തിന്റെ പ്രകാശമാക്കി ഖുർആനിനെ നിശ്ചയിച്ചു തരണം.
തരണം. എന്റെ എല്ലാ നൊമ്പരങ്ങളെയും നീക്കിക്കളയാൻ മാത്രം ഖുർആനിനെ എനിക്ക് തരണം. എന്റെ മനക്ലേശങ്ങളെല്ലാം പോക്കിക്കളയുന്ന വിധത്തിൽ ഖുർആൻ എനിക്ക് ഉപകരിക്കണേ എന്നങ്ങ് റബ്ബിനോട് തേടിക്കോ. അങ്ങനെ തേടിയാൽ നിന്റെ എന്ത് മനക്ലേശങ്ങളും അല്ലാഹ് നീക്കാതിരിക്കില്ല. നിന്റെ ദുഃഖത്തിന്റെ സ്ഥാനത്ത് മുഴുവനും സന്തോഷം റബ്ബ് നിറച്ചു തരുന്നു. ഇത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിം ഉമ്മത്തിനോട് ഖിയാമത്ത് നാൾ വരെ വരാനുള്ള സർവ്വ മനുഷ്യരോടും സുവിശേഷം പറഞ്ഞു തരുന്നു. എന്നാൽ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആലോചിക്കുക, നാം ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ പ്രാർത്ഥന സാർത്ഥകമാകണമെങ്കിൽ, പ്രാർത്ഥന ഫലവത്തായി തീരണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന കാര്യം എന്താണോ അതിന് യോജിക്കുന്ന പണി ഞാൻ എന്താണ് ചെയ്യേണ്ടതെങ്കിൽ അത് ചെയ്തേ പറ്റൂ. വിവാഹം കഴിക്കാത്തൊരു മനുഷ്യൻ ഇരുന്നിട്ട് അല്ലാഹുവേ നല്ല ഒരു സന്താനത്തെ തരണേ എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്? അത് നിഷ്ഫലമാണ്, വിഡ്ഢിത്തമാണ്. കാരണം സന്താനത്തെ കിട്ടാൻ വേണ്ടി അല്ലാഹ് നിശ്ചയിച്ചിട്ടുള്ള ഭൗതികമായ കാരണമാണ് ഇസ്ലാം നിശ്ചയിച്ച രൂപത്തിലുള്ള വിവാഹം. ആ വിവാഹത്തിലൂടെയാണ് മനുഷ്യൻ സന്താനത്തെ ആഗ്രഹിക്കേണ്ടത്. അല്ലാത്തതൊക്കെ അവിഹിതവും നിഷിദ്ധവുമായ മാർഗങ്ങളാണ്. അതുകൊണ്ട് വിഹിത മാർഗത്തിലൂടെ ചെയ്യേണ്ടത് ചെയ്തിട്ട് വേണം. റബ്ബനാ ഹബ് ലനാ മിൻ ലദുൻക ദുർരിയതൻ തയ്യിബാ, നാദാ നിന്റെ പക്കൽ നിന്ന് സ്വാലിഹീങ്ങളായ നല്ലവരായ സന്താനങ്ങളെ നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ. അപ്പൊ പ്രാർത്ഥന സാർത്ഥകമാകണമെങ്കിൽ, പ്രാർത്ഥന കൊണ്ട് ഫലം കിട്ടണമെങ്കിൽ വെറും പ്രാർത്ഥന മാത്രം പോരാ. നമ്മുടെ ഭാഗത്ത് നിന്ന് അതിനു വേണ്ടി ചെയ്യേണ്ട ശ്രമങ്ങൾ ഉണ്ടാകണം. അല്ലാഹുവേ റിസ്ഖ് തരണേ റബ്ബേ, വർസുഖ്നി നീ എനിക്ക് റിസ്ഖ് തരണേ അല്ലാ എന്ന് അല്ലാഹുവോട് നമ്മൾ ദുആ ചെയ്യുന്നു. റിസ്ഖിന് വേണ്ടി ഒരു പണിയും എടുക്കാൻ ആ മനുഷ്യൻ തയ്യാറല്ല. ഒരു ഭാഗത്ത് കൂനിക്കൂടി ഇരുന്നിട്ട് എനിക്ക് റിസ്ഖ് തരണം അല്ലാ, ഭക്ഷണം തരണം അല്ലാ എന്ന് ദുആ ചെയ്താൽ ആ മനുഷ്യന് ഭക്ഷണം കിട്ടുമോ? അധ്വാനിക്കാൻ പോകണ്ടേ, പണിയെടുക്കണ്ടേ, ജോലിയെടുക്കണ്ടേ? കാരണം റിസ്ഖ് കിട്ടണമെങ്കിൽ അല്ലാഹ് നിശ്ചയിച്ച ഭൗതികമായ കാരണങ്ങളാണ് ജോലി ചെയ്യലും അധ്വാനിക്കലും അതുപോലെ തന്നെ ആ മാർഗത്തിൽ പ്രവർത്തിക്കലും ഒക്കെ. അത് ചെയ്തിട്ട് വേണം അതിന്റെ കാര്യത്തിൽ റബ്ബിനോട് ചോദിക്കാൻ. അതേപോലെ തന്നെ വഅഫിനി, അല്ലാഹുവേ നീ എനിക്ക് ആരോഗ്യം തരണേ എന്ന് അല്ലാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ഫലവത്തായി തീരണമെങ്കിൽ ആരോഗ്യത്തിന് വിരുദ്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഭക്ഷണം അവൻ കഴിക്കുന്നില്ല, റെസ്റ്റ് എടുക്കുന്നില്ല, ഉറങ്ങുന്നില്ല, ശരീരത്തെ ക്ഷീണിപ്പിച്ചുകൊണ്ട് അവൻ പല രൂപത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ട് അല്ലാഹുവോട് പറയുകയാണ് അല്ലാഹുമ്മ അഫിനി, അല്ലാഹുവേ ആരോഗ്യം തരണേ എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന വിഡ്ഢിത്തമല്ലേ? ആ പ്രാർത്ഥന ഫലവത്താകണമെങ്കിൽ ഞാൻ ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്യണം. അല്ലാഹ് എനിക്ക് അനുവദിച്ചിട്ടുള്ള ഭൗതികമായ കാരണങ്ങളെ ഞാൻ സമീപിക്കണം. ഇതുപോലെ തന്നെ നമ്മൾ അല്ലാഹുവോട് ചോദിക്കുകയാണ് അൻത ജഅലൽ ഖുർആന, ഖുർആനിനെ നീ ആക്കണേ അല്ലാഹ്, റബിയ ഖൽബി എന്റെ ഹൃദയ വസന്തമാക്കണേ. ഖുർആനിനെ എന്റെ ഹൃദയ വസന്തമാക്കണം. വനൂറ സദരി എന്റെ ഹൃദയത്തിന്റെ പ്രകാശമാക്കണം എന്നല്ലാഹുവോട് തേടുമ്പോ അത് തേടി വെറുതെ അങ്ങ് ഇരുന്നാൽ ഖുർആൻ ഹൃദയ വസന്തമായി മാറുമോ? നമ്മുടെ മനസ്സിന്റെ വിഷമങ്ങൾ പോകുമോ? ഒരിക്കലും പോകില്ല. എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ ഹൃദയ വസന്തമാകൽ? അതാ നമ്മൾ അറിയേണ്ടത്. ഹൃദയത്തിന്റെ പ്രകാശമാകൽ എങ്ങനെയാണ്? ദുഃഖത്തെ നീക്കിക്കളയൽ എങ്ങനെയാണ്? മനക്ലേശത്തെ പോക്കിക്കളയൽ എങ്ങനെയാണ്? വിശുദ്ധ ഖുർആനിനോട് സമീപിക്കേണ്ട നിലക്ക് സമീപിച്ചവർക്കൊക്കെ ഖുർആൻ വെളിച്ചം പകർന്നിട്ടില്ലേ? ഖുർആൻ സമാധാനം കൊടുത്തിട്ടില്ലേ? സമാധാനം കിട്ടാതെ അലയുന്ന ആധുനിക മനുഷ്യന്മാരിലെ പലരും ഖുർആനിന്റെ ശാന്തി തീരത്തെ കണഞ്ഞത് വിശുദ്ധ ഖുർആനിനെ അവർ സമീപിക്കേണ്ട പോലെ സമീപിച്ചപ്പോഴാണ്. ഒരുപാട് നിരീശ്വരവാദികൾക്ക് ഇസ്ലാമിന്റെ ശാദ്വല തീരത്തെ കണയാൻ സൗഭാഗ്യം ലഭിച്ചത് ഈ ഖുർആനിനെ സമീപിക്കേണ്ട നിലക്ക് സമീപിച്ചപ്പോഴാണ്. ഒരുപാട് അന്യമതസ്ഥരായ ആളുകൾക്ക്, സ്ത്രീ പുരുഷന്മാർക്ക് ഇസ്ലാമിലേക്കുള്ള കവാടം തുറക്കപ്പെട്ടത്
ഈ വിശുദ്ധ ഖുർആനിനെ അവർ സമീപിക്കേണ്ട നിലക്ക് സമീപിച്ചപ്പോഴാണ്. എന്നാൽ ഈ മുസ്ലിം ഉമ്മത്തിന്റെ മഹാഭൂരിപക്ഷത്തിന്റെ സ്ഥിതി എന്താണ്? അള്ളാഹിനോട് ഇങ്ങനെ റബീഉൽ ഖൽബിന് വേണ്ടി മനസ്സിന്റെ വസന്തമാക്കി ഖുർആനിനെ ആക്കി തരണം എന്ന് പറയുകയല്ലാതെ ആ തേട്ടത്തിന് യോജിക്കുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി ഇന്നത്തെ മുസ്ലിമിന്റെ കൈവശമുണ്ടോ? മുസ്ലിം അങ്ങനെ ചെയ്യാൻ ഒരുക്കമുള്ളവനാണോ? എന്താണ് ഗ്രന്ഥത്തോട് ചെയ്യേണ്ട ഒന്നാമത്തെ നീതി? എന്താണ്? ഈ ഗ്രന്ഥത്തെ എങ്ങനെയാണ് ഞാനും നിങ്ങളും സമീപിക്കേണ്ടത്? ഈ ഗ്രന്ഥം ആദ്യം ഞാനും നിങ്ങളും വായിക്കാനാണ് പഠിക്കേണ്ടത്. കാരണം വായനയിലാണ് തുടക്കം. വായനയിലല്ലേ തുടക്കം? ഹിറാ ഗുഹയിൽ വെച്ചതാ ഈ മനുഷ്യന്റെ മനസ്സിന് വസന്തം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഹൃദ്യമായ സുന്ദരമായ ഈ ഗ്രന്ഥത്തിന്റെ അവതരണോദ്ഘാടനം ഹിറാ ഗുഹയിൽ വെച്ച് നിർവഹിക്കപ്പെട്ട നേരത്ത് ആദ്യം തന്നെ പറഞ്ഞത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, പടച്ചവനായ നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കൂ. വായനയാണ് ആദ്യം തന്നെ പറയുന്നത്. ഈ ഗ്രന്ഥം നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം പകരണോ? ഈ ഖുർആൻ നമ്മുടെ ഹൃദയത്തിന് വസന്തം നിറക്കണോ? ഈ ഖുർആൻ നമ്മുടെ ഹൃദയത്തിന് പ്രകാശമാകണോ? എന്താണ് നമ്മൾ ആ പ്രാർത്ഥന സാർത്ഥകമായി തീരണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഖുർആനിന്റെ കിട്ടാവുന്നതിൽ സുന്ദരമായ ഒരു കോപ്പി വാങ്ങിയിട്ട് ഭദ്രമായി ഷെൽഫിൽ അങ്ങ് അടച്ചു കൂട്ടി വെച്ചാൽ അത് നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമാകുമോ? അത് നമ്മുടെ ഹൃദയത്തിന്റെ ഇരുട്ടകറ്റുന്ന പ്രകാശമാകുമോ? അത് നമ്മുടെ ദുഃഖത്തെ നീക്കിക്കളയുമോ? അത് നമ്മുടെ മനസ്സംഘർഷത്തെ ലഘൂകരിക്കുമോ? ഒരിക്കലും ലഘൂകരിക്കില്ലല്ലോ. പിന്നെ എന്ത് ചെയ്യണം? ആ ഗ്രന്ഥത്തെ തുറക്കണം. ആ ഗ്രന്ഥം തുറന്ന് കയ്യിൽ പിടിച്ചാൽ നിന്റെ മനസ്സിന് വെളിച്ചം കിട്ടുമോ? ഇല്ല. നീ അത് വായിക്കണം. വായിക്കുന്നത് അത് അവതരിപ്പിച്ചതുപോലെ തന്നെ വായിക്കണം. നമുക്ക് തോന്നിയതുപോലെ വായിച്ചാൽ പോരാ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയതൻ യർജൂന തിജാറതൻ ലൻ തബൂർ ലിയുവഫിയഹും ഉജൂറഹും വയസീദഹും മിൻ ഫദ്ലിഹി ഇന്നഹു ഗഫൂറുൻ ശകൂർ. അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, നിശ്ചയമായും അള്ളാന്റെ കിതാബ് പാരായണം ചെയ്യുന്നവർ, അള്ളാന്റെ കിതാബ് വായിക്കുന്നവർ, അള്ളാന്റെ കിതാബ് ഓതുന്നവർ, അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവർ, വഅഖാമുസ്സലാത്ത, നമസ്കാരം മുറ പോലെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും, നാം അവർക്ക് കൊടുത്തിട്ടുള്ള സമ്പത്തിൽ നിന്ന് സിർറൻ വഅലാനിയതൻ, രഹസ്യമായും പരസ്യമായുമൊക്കെ ചെലവഴിക്കുകയും ചെയ്യുന്ന കക്ഷികൾ ആരൊക്കെയുണ്ടോ? യർജൂന തിജാറതൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം പറ്റാത്ത ബിസിനസ്സിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. ഒരിക്കലും നഷ്ടം പറ്റാത്ത കച്ചവടത്തെയാണ് അവർ മോഹിക്കുന്നത്. അങ്ങനെ അവർ ആ കച്ചവടത്തിൽ ഏർപ്പെട്ടത് കൊണ്ട് ആ കച്ചവടത്തിൽ പൊളിയുന്ന പ്രശ്നമില്ല. ആ കച്ചവടത്തിന് മാന്ദ്യം സംഭവിക്കുകയില്ല. അതിന്റെ ലാഭത്തിൽ കമ്മി വരികയില്ല. ലിവഫിയഹും ഉജൂറഹും, അല്ലാഹുവർക്കുള്ള കൂലി അങ്ങ് പൂർത്തിയായി കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. വയസീദഹും മിൻ ഫദ്ലിഹി, ചെയ്ത പ്രവൃത്തിക്കപ്പുറവും അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് വർദ്ധിപ്പിച്ച് ഇത്തരത്തിലെ ആളുകൾക്ക് അങ്ങ് കൊടുക്കുന്നതാണ്. കാരണം അള്ളാഹിന്റെ അടുക്കൽ കൊടുത്താൽ തീരാത്തത്ര അത്രമാത്രം അവൻ പാപം പൊറുക്കുന്നവനാണ്. ഇന്നഹു ഗഫൂറുൻ ശകൂർ, അവനേറെ പൊറുക്കുന്നവനാണ്, നന്ദിയുള്ളവനാണ്. മനുഷ്യൻ ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളെയും നന്ദിയോടെ സ്വീകരിച്ച് അർഹമായി ഇരട്ടിക്കരട്ടി പ്രതിഫലമായി തിരിച്ചു കൊടുക്കുന്ന റബ്ബാണവൻ. ഇതാർക്കാണ് ഈ മഹത്വം പറഞ്ഞത്? ഇതാരുടെ പ്രത്യേകതയാണ് ഈ പറഞ്ഞത്? ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി, അള്ളാന്റെ കിതാബ് വായിക്കുന്നവർ, അള്ളാന്റെ കിതാബ് പാരായണം ചെയ്യുന്നവർക്കുള്ള കൂലിയായി പറഞ്ഞത്.
ഈ മാസം വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസം നമ്മൾ അല്ലാഹുവോട് തേടുന്നു. ഒരുപാട് ആളുകൾ തേടിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ അഹ്സാനിനാ വദഹാബ ഹുമൂമിനാ വഗുമൂമിനാ. അല്ലാഹുവേ, ഈ ഖുർആനിനെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ. നമ്മളെല്ലാവരും അങ്ങനെ തേടുന്നു, ആമീൻ പറയുന്നു. നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മളത് പറയുന്നുവെങ്കിൽ, ആ ദുആ ആത്മാർത്ഥതയോടുകൂടിയാണെങ്കിൽ അതിന് ചെയ്യേണ്ട മാർഗമായി പറയാൻ പോകുന്നത്, ആദ്യം നീ അത് പാരായണം ചെയ്യാൻ പഠിക്കൂ. പഠിക്കാതെ പാരായണം ചെയ്യാൻ കഴിയുമോ? തെറ്റുകൂടാതെ വായിക്കാൻ അറിയാത്ത ആളുകൾ ഈ സമുദായത്തിൽ നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. തെറ്റുകൂടാതെ വായിക്കാൻ അറിയുന്ന കക്ഷികളുണ്ടോ? അള്ളാന്റെ കലാം പാരായണം ചെയ്യുമ്പോ എത്രത്തോളം സൂക്ഷ്മതയാണ് വേണ്ടത്. ഒരക്ഷരം അങ്ങ് മാറിപ്പോയാൽ ആശയം തന്നെ മാറുന്ന ശുദ്ധമായ ഒരു ഭാഷയാണ് അറബി. ആ അറബി ഭാഷയുടെ പ്രത്യേകത, ആ അറബി ഭാഷയിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണല്ലോ ഈ വിശുദ്ധ ഗ്രന്ഥം. അതിന്റെ പ്രത്യേകത, ഒരക്ഷരം മാറിയാൽ പോലും ആശയം മാറുന്ന ഗുരുതരമായ അബദ്ധം സംഭവിക്കുന്ന ഏറ്റവും നല്ല ഒരു ഭാഷയാണ്. അതുകൊണ്ട് അതിൽ വലിയ സൂക്ഷ്മതയാണ് മനുഷ്യൻ ആവശ്യം. അതുകൊണ്ട് തന്നെ പഠനം നടത്തിയിട്ട് അത് പാരായണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലും അല്ലാഹു പറഞ്ഞില്ലേ, ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബി, താങ്കൾക്ക് വഹയായിട്ട് നൽകപ്പെട്ടിട്ടുള്ള കിതാബിൽ നിന്ന് നൽകപ്പെട്ടിട്ടുള്ളവയൊക്കെ നീ പാരായണം ചെയ്യണം നബിയേ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്നോട് എന്റെ റബ്ബ് കൽപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്നമാ ഉമിർതു, നിശ്ചയം ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അന്നഅ്ബുദ, ഞാൻ ആരാധിക്കണമെന്ന്, റബ്ബ ഹാദിഹിൽ ബൽദത്തിൽ ലദീ ഹറമഹാ, അല്ലാഹു പവിത്രമാക്കിയിട്ടുള്ള ഈ മക്ക രാജ്യത്തിന്റെ റബ്ബിനെ ആരാധിക്കണമെന്ന് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വലഹു കുല്ലു ശൈഇൻ, എല്ലാ വസ്തുക്കളും അവനുള്ളതാണ്, എല്ലാം അവന്റേതാണ്. വഉമിർതു, ഞാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു, അന്നകൂന മിനൽ മുസ്ലിമീൻ, അള്ളാന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ മാനിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലായി തീരാനും എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ എന്നോട് കൽപ്പിക്കപ്പെട്ട ഒരു കാര്യവും കൂടിയുണ്ട്, വഅന്നതുലുവൽ ഖുർആൻ, ഞാൻ ഖുർആൻ ഓതണമെന്നും ഞാൻ ഖുർആൻ പാരായണം ചെയ്യണമെന്നും എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, പാരായണത്തിന്റെ പുണ്യം എത്രയാണ്. പക്ഷേ ഇന്ന് ഈ സമുദായം ഒരുപാട് ആളുകളും നേതാക്കളും രാഷ്ട്രനായകന്മാരും വലിയ വലിയ പണ്ഡിതന്മാരെന്നറിയപ്പെട്ടിരുന്ന പലരുമൊക്കെ ഇസ്ലാമിലേക്ക് അണയാൻ ഈ ഖുർആനിലൂടെ ശ്രമിക്കുമ്പോ ഈ ഉമ്മത്തിൽ തന്നെ പെറ്റു വളർന്നിട്ടുള്ള പല സഹോദരങ്ങൾക്കും ഈ ഗ്രന്ഥത്തോട് ഇന്ന് അലർജിയാണ്. ഈ ഗ്രന്ഥത്തെ സമീപിക്കാൻ പേടിയാണ്, ഈ ഗ്രന്ഥം പഠിക്കാൻ മടിയാണ്. അതൊന്ന് തെറ്റുകൂടാതെ ഒരാവർത്തി വായിക്കാനെങ്കിലും അറിയാവുന്ന ആളുകളുടെ എണ്ണം ഈ സമുദായത്തിൽ നിന്ന് നാൾക്കുനാൾ കുറഞ്ഞു വരുന്നു. സ്വന്തത്തോട് ചോദിക്കൂ, ഓരോരുത്തരും അവരവരോട് ചോദിക്കൂ, എനിക്ക് അല്ലാഹുവിന്റെ കലാം സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ തെറ്റൊന്നും കൂടാതെ അതിന്റെ ശരിയായ അക്ഷരങ്ങളോട് നീതി പുലർത്തിക്കൊണ്ട് ഉച്ചരിക്കേണ്ട രൂപത്തിൽ ഉച്ചരിച്ച് പറയേണ്ട നിലക്ക് പറഞ്ഞ് പാരായണം ചെയ്യാൻ എനിക്ക് അറിവുണ്ടോ? സ്വന്തത്തോടൊന്ന് ആത്മപരിശോധന നടത്തേണ്ട കാലം അതിക്രമിച്ചു പോയി. ചിന്തിക്കൂ, സ്വന്തത്തോട് ചോദിക്കൂ, എനിക്ക് കഴിയോ? എനിക്ക് ഈ ഖുർആൻ ഓതാൻ അറിയോ? ഓതാൻ അറിയാത്ത ആളുകളാണെങ്കിൽ പിന്നെ അവൻ എന്ത് ആശയം പഠിക്കാനാണ്? അതുകൊണ്ട് സഹോദര, ഈ മാസത്തിൽ അള്ളാഹുവിനോട് നമുക്ക് ഭയമുണ്ടെങ്കിൽ, അള്ളാഹിനെ പേടിയുണ്ടെങ്കിൽ, മരിച്ചു പോകണം എന്ന ചിന്തയുണ്ടെങ്കിൽ, ഖബറിൽ കിടക്കുന്ന നേരത്തൊരു ചോദ്യം വരാനുണ്ടല്ലോ, നീ എന്തനുസരിച്ചാണോ ജീവിച്ചത്? എന്തനുസരിച്ചാണ് നീ ജീവിച്ചത്? എന്തിനെയാണ് നീ ഇമാമാക്കിയത് എന്ന ചോദ്യം വരുന്ന വേളയിൽ എന്താ മുസ്ലിം പറയേണ്ടത്? എന്താണ് വിശ്വാസിയാണെങ്കിൽ പറയുക, വൽ ഖുർആനു ഇമാമി, ഖുർആനാണ് എന്റെ ഇമാമ്. ഞാൻ അനുസരിച്ച് ജീവിച്ചത് ഖുർആനിനെയാണ്, ഞാൻ മാതൃകയാക്കിയത് ഖുർആനിനെയാണ്.
എന്ന് ചോദ്യം ചോദിക്കുന്ന മലക്കുകളുടെ മുമ്പിൽ മറുപടി പറയാൻ എനിക്കും നിങ്ങൾക്കും ഖബറിൽ വെച്ച് സാധിക്കുമോ? സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സാധിക്കണമെങ്കിൽ അങ്ങനെ ജീവിച്ചവർക്കല്ലേ കഴിയൂ. മൻ റബ്ബുക, നിന്റെ റബ്ബാരെന്ന് ചോദിക്കുമ്പോ അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അള്ളയാണെന്ന് ഖബറിൽ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ മൻ നബിയുക, നിന്റെ നബി ആരടോ എന്ന് ചോദിക്കുമ്പോ മുഹമ്മദുൻ നബി, എന്റെ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് എന്ന് പറയാൻ അതുപോലെ ജീവിച്ചവർക്കല്ലാതെ സാധ്യമല്ലെങ്കിൽ ഖുർആനിന്റെ ഇമാമാണെന്ന് പറയാനും കഴിയണമെങ്കിൽ ആ ഖുർആനിനെ മാതൃകയാക്കിക്കൊണ്ട് തന്നെ ജീവിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവത്തെ കുറിച്ച് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് സഹാബിമാര് പോയി ചോദിക്കുകയാണ്, എങ്ങനെയൊക്കെയായിരുന്നു അള്ളാന്റെ റസൂലിന്റെ സ്വഭാവം? വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഹബീബിന്റെ സ്വഭാവം എന്തൊക്കെയായിരുന്നു? ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ ഉമ്മ എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചപ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഒരൊറ്റ വാക്കിലാണ് ഉത്തരം കൊടുത്തത്, കാന ഖുലുഖുൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം ഖുർആനായിരുന്നു. ഒറ്റ വാക്കിൽ മറുപടിയാണ്. റസൂലുള്ളാഹിയുടെ ഓരോ സ്വഭാവം ഇങ്ങനെ എണ്ണി പറയാതെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് വകാന ഖുലുഖുൽ ഖുർആന, അവിടുത്തെ സ്വഭാവം ഖുർആൻ തന്നെയായിരുന്നു. ഖുർആനിൽ പറഞ്ഞത് മുഴുവൻ അവിടുത്തെ ജീവിതത്തിലുണ്ട്. ഖുർആനിൽ പറഞ്ഞത് മുഴുവൻ അവിടുത്തെ സ്വഭാവത്തിലുണ്ട്. ഖുർആനിൽ പറഞ്ഞത് മുഴുവൻ അവിടുത്തെ സംസ്കാരത്തിലുണ്ട്. അതിന് വിരുദ്ധമായ യാതൊന്നും അവിടുത്തെ ജീവിതത്തിൽ കാണാൻ കഴിയില്ല. അതാണ് സ്വഭാവം, അതാണ് ഖുർആനിനെ പിൻപറ്റൽ. നിങ്ങൾ നോക്കൂ, വിശുദ്ധ പാരായണം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പാരായണം മാത്രമാണോ? ആ പാരായണം യഥാർത്ഥത്തിലുള്ള പാരായണമാകണം. വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് കാണാം, അല്ലദീന യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി, യഥാർത്ഥമായ നിലക്കതിനെ പാരായണം ചെയ്യുന്നവർ. എന്താണ് ഈ യഥാർത്ഥ നിലക്കുള്ള പാരായണം? വിശുദ്ധ ഖുർആനിനെ അല്ലെങ്കിൽ ശരിയായ നിലക്കുള്ള പാരായണം ചെയ്യൽ ഏതർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇസ്ലാം പഠിച്ചിട്ടുള്ള സഹാബിമാര് മുഫസ്സിരീങ്ങളിൽ അഗ്രഗണ്യനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന്റെ തഫ്സീർ കൊടുക്കുകയാണ്, യത്തബിഊനഹു ഹഖ്ഖ ഇത്തിബാഇഹി, ഖുർആനിനെ പിൻപറ്റേണ്ട മുറയനുസരിച്ച് പിൻപറ്റുന്നവർ, അതാണ് യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി, പാരായണ മുറയനുസരിച്ച് യഥാർത്ഥമായ നിലക്കതിനെ പാരായണം ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ ഖുർആനിനെ പിൻപറ്റി ജീവിക്കുന്നവരെന്നാണ്. അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ ഖാല, അദ്ദേഹം പറയുന്നു, ഹഖ്ഖ തിലാവതിഹി, പാരായണത്തിന്റെ യഥാർത്ഥമായ പാരായണം എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അൻ യുഹില്ല ഹലാലഹു വയുഹർരിമ ഹറാമഹു വയഖറഅഹു കമാ ഉൻസില വലാ യുഹർരിഫൽ കലിമ അൻ മവാദിഇഹി വലാ യതഅവ്വലു മിൻഹു ശൈഅൻ ഗൈറ തഅവീലിഹി. ഇമാം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അദ്ദേഹം വിശദീകരിച്ചു തരുന്നു, ഖുർആനിനെ പാരായണം ചെയ്യേണ്ട മുറയനുസരിച്ച് പാരായണം ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം അൻയുഹില്ല ഹലാലഹു, ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഹലാലുകളൊക്കെ അവരും ഹലാലാക്കുന്നു. വയുഹർരിമ ഹറാമഹു, അതിൽ പറഞ്ഞ ഹറാമുകളെ അവരും ഹറാമാക്കുന്നു. അഥവാ ഖുർആനിൽ പറഞ്ഞ ഹലാലുകളൊക്കെ അവരുടെ ജീവിതത്തിലുണ്ട്, ഖുർആനിൽ ഹറാമാക്കിയതൊന്നും അവരുടെ ജീവിതത്തിലില്ല. വയഖറഅഹു കമാ ഉൻസില, അതെങ്ങനെയാണോ അവതരിക്കപ്പെട്ടത് അതുപോലെ തന്നെ തെറ്റുകൾ വരുത്താതെ അവർ പാരായണം ചെയ്യുന്നവരാണ്. വലാ യുഹർരിഫൽ കലിമ അൻ മവാദിഇഹി, ഖുർആനിനെ അതിന്റെ സ്ഥാനത്തെ വിട്ടുകൊണ്ട് അവർ അക്ഷരഭേദം വരുത്തുന്നതല്ല. അവരുടെ വകയായിട്ട് അവരൊന്നും കൂട്ടുകയില്ല, അതിൽ നിന്നൊന്നും അവർ കുറക്കുകയുമില്ല. വലാ യതഅവ്വല മിൻഹു ശൈആ, അതിൽ നിന്ന് ഒരു ഭാഗത്തിന് പോലും സ്വന്തമായിട്ടുള്ള ഒരു വ്യാഖ്യാനം, അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വ്യാഖ്യാനം അവര് കൊടുക്കാൻ ധൈര്യപ്പെടുന്നവരല്ല. ഖുർആനിനോട് യോജിക്കാത്ത ഒരു വ്യാഖ്യാനം അവർ ഒരിക്കലും നൽകുന്നവരുമല്ല. ആ നിലക്ക്
വിശുദ്ധമായ ഗ്രന്ഥത്തെ സമീപിക്കുന്ന ആളുകളാണ് മഹാന്മാരായ ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വിശുദ്ധമായ ഗ്രന്ഥത്തെ നമ്മുടെ ഹൃദയത്തിന് അലങ്കാരമായി കിട്ടണമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിന് വെളിച്ചമായി കിട്ടണമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമായി അത് മാറണമെങ്കിൽ ആദ്യം ഇത് തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ പഠിച്ചോളൂ. ആദ്യം പാരായണമാണ് പഠിക്കേണ്ടത്. കേവല പാരായണം മാത്രമല്ലല്ലോ, പാരായണം ചെയ്യുന്നതിൽ നിന്ന് അല്പമെങ്കിലും ഹിഫ്ളാക്കാനും നമുക്ക് കഴിയണം. ഖുർആനിൽ നിന്ന് ഏതാനും ഭാഗങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വേണം. ഖുർആനിൽ നിന്ന് മുഴുവനാക്കലാണ് ഏറ്റവും ഉത്തമം. അത് വലിയ ഒരു ഫضലാണ്. അതല്ലെങ്കിൽ സാധിക്കുന്നതെങ്കിലും ഖുർആനിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. അതാണ് ഹിഫ്ള്. അങ്ങനെ ഹിഫ്ളാക്കാൻ നമുക്ക് കഴിയണം. ഖുർആനിൽ നിന്ന് അല്പം പോലും ഇല്ലാത്ത ഒരു ഹൃദയം, ഖുർആനിൽ നിന്ന് അല്പം പോലും മനപ്പാടമില്ലാത്തൊരു ഹൃദയം കൽ ബൈത്തിൽ ഖരിബി, താമസമില്ലാത്ത വീട് പോലെയാണ്. ആൾപ്പാർപ്പില്ലാത്ത ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന വീട് പോലെയാണ്. ആൾ താമസമില്ലാത്ത ഒരു വീടാണെങ്കിൽ അതിലേക്ക് പുൽപ്പടർപ്പുകളും മുള്ളുകളും വേലികളും ഒക്കെ ഇങ്ങോട്ട് പടർന്നു കയറും. ഇഴജന്തുക്കൾ അതിൽ കൂടുകൂട്ടും, അവിടെ മാറാലകെട്ടും, അവിടെ വൃത്തികേടാകും, അവിടെ ചേറും ചെളിയും നിറയും, അവിടെ പലരും കൂടുകെട്ടും, അവിടെ പലതും അഴിഞ്ഞാടും, അവിടെ പലതും കേന്ദ്രമായി പ്രവർത്തിക്കും. താമസമുള്ള ഒരു വീടാണെങ്കിൽ ഇതൊന്നും നടക്കില്ലല്ലോ. താമസമുള്ള വീടിനോടാണ് യഥാർത്ഥത്തിൽ അല്പമെങ്കിലും ഹിഫ്ളുള്ള ഹൃദയത്തെ ഉപമിച്ചത്. അതുപോലെ തന്നെ അല്പമെങ്കിലും ഹിഫ്ളുള്ള അല്ലാഹനെ ഓർക്കുന്ന ഹൃദയത്തെ ഉപമിച്ചത് മസലുൽ ഹയ്യി, ജീവനുള്ള മനുഷ്യനെ പോലെയാണ്. ഒട്ടും ഹൃദയത്തിൽ അത്തരത്തിലില്ലാത്തവന്റെതോ കൽ മയ്യിത്തി, ശവം പോലെയാണ്, മയ്യത്ത് പോലെയാണ്. ചിന്തിക്കണം നമ്മൾ. അള്ളാന്റെ കലാമിൽ നിന്ന് നമുക്കൊക്കെ എത്ര ഹിഫ്ളുണ്ട്, നമുക്കൊക്കെ എത്ര തെറ്റുകൂടാതെ വായിക്കാൻ അറിയും. അങ്ങനെ തിലാവത്ത് മാത്രമല്ല, മനപ്പാടമാക്കലും മാത്രമല്ല. ഒരാൾ ഖുർആൻ നന്നായി ഓതാൻ പഠിച്ചു, കുറെ മനപ്പാടമാക്കി, പക്ഷേ അതിൽ പറഞ്ഞത് എന്താണെന്ന് ആ മനുഷ്യന് തിരിഞ്ഞിട്ടില്ല. ആ മനുഷ്യൻ അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചിട്ടില്ല. ആ മനുഷ്യൻ അതൊരിക്കലും പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. എങ്കിൽ അവനും പരാജയത്തിൽ തന്നെയല്ലേ. കാരണം ഈ ഗ്രന്ഥം ഇറക്കിയത് ഇങ്ങനെ വെറുതെ പാരായണം ചെയ്ത് മനപ്പാടമാക്കാൻ വേണ്ടി മാത്രമാണോ? കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറൂ ആയാതിഹി. ഈ മുബാറക്കായ ഗ്രന്ഥത്തെ അല്ലാഹു അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് ലിയദ്ദബ്ബറൂ ആയാതിഹി, അതിലെ ആയത്തുകളെ മനുഷ്യർ ചിന്തിക്കാൻ വേണ്ടിയാണ്. അതിലെ ആയത്തുകളെ കുറിച്ച് മനുഷ്യൻ ഗൗരവപൂർവം ആലോചിക്കാൻ വേണ്ടിയാണ്. അതത്ര എളുപ്പമാണോ? അതൊക്കെ ഞങ്ങൾക്ക് കഴിയുമോ? ആരും ഭീതിപ്പെടേണ്ടതില്ല, പിറകോട്ട് വലിഞ്ഞു മാറിപ്പോകേണ്ടതില്ല. അല്ലാഹ് തന്നെ സമാധാനം പറയുന്നു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആൻ ഒട്ടേറെ സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ ഖുർആനിനെ നാം എളുപ്പമാക്കി തന്നിരിക്കുന്നു ജനങ്ങളെ. ചിന്തിക്കാനും പഠിക്കാനുമൊക്കെ ഈ ഗ്രന്ഥം എളുപ്പമാണ്. പക്ഷേ ഈ ഗ്രന്ഥത്തിന്റെ പ്രയാസമല്ല പ്രശ്നം, നിങ്ങളുടെ താല്പര്യമില്ലായ്മയാണ് പ്രശ്നം. അതുകൊണ്ട് അല്ലാഹ് ചോദിക്കുകയാണ്, ഫഹൽ മിൻ മുദ്ദക്കിർ. ചിന്തിക്കാൻ തയ്യാറുള്ളവരുണ്ടോ? ആലോചിക്കാൻ താല്പര്യമുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ കടന്നു വന്നോളൂ, ഈ ഗ്രന്ഥത്തോട് സമീപിച്ചോളൂ. തൊട്ടറിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിന്റെ രുചിയേറെ മധുരമാണെന്ന്. അതാണ് ഗ്രന്ഥം ഖുർആൻ പറയുന്നത്. എന്നിട്ടും നമുക്ക് മടിയാണ്, നമുക്ക് അലർജിയാണ്. ഖുർആനിന്റെ വേദികളിൽ നിന്ന് നമ്മൾ ഓടിയകലുകയാണ്. ഖുർആൻ പഠന ക്ലാസുകളിൽ നിന്ന് നമ്മൾ ഉൾവലിയുകയാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന സദസ്സുകളിൽ നിന്ന് നമ്മൾ ഓടിപ്പോവുകയാണ്. പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പഠനത്തിന്റെ സംരംഭങ്ങളെ നമ്മൾ പുറകോട്ട് വലിച്ചെറിയുന്നു.
ആരുടെ മുമ്പിലാണ് ഇതിന്റെ കണക്ക് പറയാൻ? ആർക്കാണ് സാധിക്കുക? അള്ളാന്റെ കോടതിയിലെത്തുമ്പോ ഈ ഗ്രന്ഥം നമുക്ക് അനുകൂലമായി സാക്ഷി പറയണമെങ്കിൽ ഇതാ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഈ മാസത്തിൽ അസ്സിയാമു വൽ ഖുർആനു, അസ്സിയാമു വൽ ഖുർആനു, നോമ്പും പരിശുദ്ധ ഖുർആനും ഒക്കെ നല്ലവരായ ആളുകൾക്ക് വേണ്ടി ശുപാർശ പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നോമ്പ് നമുക്ക് വേണ്ടി അനുകൂലമായി ശുപാർശ പറയുമെന്ന്, ഖുർആൻ അനുകൂലമായി ശുപാർശ പറയുമെന്ന്. ഈ ഖുർആൻ നാളെ റബ്ബിന്റെ മുമ്പിൽ സംസാരിക്കുകയാണ്. എന്നെ പഠിക്കാൻ വേണ്ടി, എന്നെ പാരായണം ചെയ്യാൻ വേണ്ടി, എന്റെ ആശയങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി ഇതാ ഈ മനുഷ്യൻ ഉറക്കമിളച്ചവനാണ്, ക്ഷീണം സഹിച്ചവനാണ്, ഡ്യൂട്ടിയുടെ പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ടും ജീവിതത്തിന്റെ ഒരുപാട് തിരക്കുകളില്ലെന്ന് സമയം കണ്ടെത്തിയിട്ട് എന്നെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ വേണ്ടി ത്യാഗം സഹിച്ച മനുഷ്യനാണ് റബ്ബേ, പൊറുത്തു കൊടുക്കണേ എന്ന് ഖുർആൻ നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്കോരോരുത്തർക്കും വേണ്ടി അനുകൂലമായി ശുപാർശ പറയുമോ? അങ്ങനെ പറയുമെന്നല്ലേ ഹബീബ് പഠിപ്പിച്ചത്? അതിനർഹരായ ആളുകളുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളുമൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഖുർആനിനോട് നമ്മൾ സ്വീകരിച്ച സമീപനം അന്നിലക്കാണെങ്കിലല്ലേ ഈ ഖുർആൻ നമുക്ക് അനുകൂലമായി പറയൂ. അതല്ലെങ്കിലോ ഈ ഖുർആൻ നമുക്ക് എതിരല്ലേ അവിടെ സാക്ഷി പറയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റസൂല് പരാതി പറഞ്ഞില്ലേ റബ്ബിനോട്? വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. എന്റെ റബ്ബേ, ഇതാ എന്റെ ജനത ഈ ഖുർആനിനെ അവഗണിച്ചവരാണ്, അവരതിനെ പുറകോട്ട് വലിച്ചെറിഞ്ഞവരാണ്, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ നിയമങ്ങളെ അവർ തള്ളിയവരാണ്, ഖുർആൻ അനുസരിച്ചവർ ജീവിച്ചവരല്ല. പിന്നെ എങ്ങനെയാണ് സഹോദരി നാളെ പരലോകത്ത് ഖുർആൻ നമുക്ക് അനുകൂലമാവുക? ഇതാ റമദാൻ അതിന്റെ പകുതിയോളം കടന്നില്ലേ? ഈ പരിശുദ്ധമായ മാസത്തിൽ നമ്മുടെ മുൻഗാമികളായ സ്വഹാബാ കിറാം എല്ലാ രൂപത്തിലുള്ള തിരക്കുകൾ ഉണ്ടെങ്കിലും അതൊക്കെയും മാറ്റിവെച്ചുകൊണ്ട് ഖുർആനുമായി ഒരു വലിയ ബന്ധം സ്ഥാപിക്കാറുള്ള മാസമായിരുന്നു. എത്രയാണ് അവർ പാരായണം ചെയ്തു കൂട്ടിയിരുന്നത്? നമ്മൾ പാരായണം ചെയ്യും പോലെ കേവലം ഉരുവിടലായിരുന്നില്ല. ഓരോ വചനങ്ങളും ഓതുമ്പോ റഹ്മത്തിന്റെ, അള്ളാന്റെ അനുഗ്രഹങ്ങളെ പറ്റിയുള്ള ആയത്ത് വരുമ്പോ അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുവേ ആ റഹ്മത്ത് നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ എന്ന് പറയുകയും അദാബിന്റെ ആയത്തുകൾ വരുമ്പോ ഓത്തു നിർത്തിയിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻഹും, അത്തരക്കാരിൽ നിന്ന്, അത്തരം അദാബുകളിൽ നിന്ന് റബ്ബേ നീ എനിക്ക് രക്ഷ നൽകണേ എന്നിങ്ങനെ ഭയത്തോടെ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് എത്രയേറെ ഖത്മുകളാണ് പരിശുദ്ധ ഖുർആൻ സഹാബത്തും താബിഈങ്ങളും ഇമാമീങ്ങളും ഒക്കെ ഓതി തീർത്തത്. നമുക്കോ ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ ഒരു പാറക്കല്ലെടുത്ത് അങ്ങോട്ട് നീക്കലാ നമുക്ക് അതിനേക്കാൾ എളുപ്പം. ഖുർആൻ ഓതൽ അത്രയും പ്രയാസം. അല്പമൊന്ന് ഓതിയാൽ തന്നെ കോട്ടുവായ വന്നു, ക്ഷീണം വന്നു, അത് മടക്കി വെച്ചു, താല്പര്യമില്ല. കാരണം നമ്മുടെ മനസ്സുകളിൽ മുഴുവനും സംഗീതത്തിന്റെ ജ്വരമാണ്. നമ്മുടെ മനസ്സുകൾക്ക് ആശ്വാസം പകരുന്നത്, ആനന്ദം പകരുന്നത്, ഏതെങ്കിലും പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടായാൽ മുൻഗാമികൾ ഖുർആൻ കേട്ടിട്ടാണ് മനസ്സിന് ആശ്വാസം വന്നതെങ്കിൽ നമുക്കിന്ന് ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോവുക പാട്ട് വെക്കാനാണ്. ഇത്തിരി ടെൻഷൻ ഒന്ന് തീരട്ടെ, ഇത്തിരി മനസ്സിനൊന്ന് വരട്ടെ, സംഗീതം ആസ്വദിക്കാനാണ് നമ്മൾ പോകാറുള്ളത്. അതേ അവസരത്തിൽ അതാ നമ്മുടെ മുൻഗാമികൾ അവരതാ വിശുദ്ധ ഖുർആനിലൂടെയാണ് ആശ്വാസം കണ്ടെത്തിയത്. ആ ഒരു നിലവാരത്തിലേക്ക് എത്താതെ എനിക്കും നിങ്ങൾക്കുമൊക്കെ അനുകൂലമായി അള്ളാന്റെ കോടതിയിൽ ഖുർആൻ സാക്ഷി പറയുമോ? നമ്മൾ ഭയത്തോടുകൂടി ആലോചന നടത്തിയിട്ട് വേണ്ട രൂപത്തിലുള്ള തിരുത്തലുകൾ ജീവിതത്തിൽ വരുത്തൽ അനിവാര്യമായ സമയം തന്നെയാണിത്. അങ്ങനെ നമ്മൾ തിരുത്താൻ തയ്യാറാണെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം കൊണ്ട് നമുക്ക് ഫലം കിട്ടുന്നു, നമ്മുടെ മനസ്സിന് ശാന്തി കിട്ടുന്നു. മനുഷ്യർക്കെന്ന് ശാന്തി കിട്ടാത്തത് എന്തുകൊണ്ടാണ്? പല കേന്ദ്രങ്ങളിലേക്കും അവൻ പോകുന്നത് കൊണ്ടാണ്. അവൻ പലരെയും ഭയപ്പെടുകയാണ്, പലരിലുമാണ് അവന്റെ മനസ്സിനെ അവൻ കെട്ടിയിട്ടിരിക്കുന്നത്.
ഒരൊറ്റ നാഥനെ പേടിക്കുന്ന ഒരാൾക്ക് മനസ്സിന് വലിയ ആശ്വാസം. കുറെ ആൾ ആരാധിക്കുന്നവർക്കോ സമാധാനം കിട്ടില്ല. ശിർക്ക് ചെയ്യുന്നവർക്ക് സമാധാനം ഉണ്ടാവില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. കാരണം അവൻ ഏതൊക്കെ ദേവന്മാരെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത്, ആരെയൊക്കെയാണ് അവൻ ഭയപ്പെടേണ്ടത്, ഓരോരുത്തരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി താൻ എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നോർത്തിട്ട് അവന്റെ മനസ്സ് കലുഷിതമാണ്. അതേ അവസരത്തിൽ ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന ഒരുവന് അവന്റെ മനസ്സിന് സ്വസ്ഥതയാണ്. കാരണം എന്തെന്നല്ലേ, അവൻ എത്രയാളെ തൃപ്തിപ്പെടുത്തണം എന്നവൻ ആലോചിക്കുന്നില്ല. കാരണം തൃപ്തിപ്പെടുത്തേണ്ടത് ഒരൊറ്റ ഇലാഹിനെയാണ്, ഒരൊറ്റ നാഥനെയാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് ഒഴികെ ഒരു ആരാധ്യനുമില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന്റെ മനസ്സിന് എപ്പോഴും സമാധാനമാണ്. അല്ലാത്തവർ ഇന്നൊരു സ്ഥലത്തേക്ക് നേർച്ച ചെയ്തു നോക്കും സമാധാനം കിട്ടാൻ, കിട്ടിയില്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് നാളെ. ഇന്നൊരു ദർഗയിലാണെങ്കിൽ നാളെ മറ്റൊരു ദർഗയിലാണ്, ഇന്നൊരു ജാറത്തിലാണെങ്കിൽ നാളെ മറ്റൊരു ജാറത്തിലാണ്, ഇന്നൊരു ക്ഷേത്രത്തിലാണെങ്കിൽ നാളെ മറ്റൊരു ക്ഷേത്രത്തിലാണ്, ഇന്നൊരു പള്ളിയിലാണെങ്കിൽ നാളെ മറ്റൊരു ചർച്ചിലാണ്. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ അവൻ ഇങ്ങനെ തേടി അലയുകയാണ് ആശ്വാസം കണ്ടെത്താൻ വേണ്ടി, ശാന്തിയുടെ തീരത്തണയാൻ വേണ്ടി. അതേ അവസരത്തിൽ ഏകനായ റബ്ബിൽ മാത്രം വിശ്വസിക്കുന്ന അടിയുറച്ച ഒരു മുഅ്മിൻ, അവൻ എന്ത് പ്രശ്നം വന്നാലും അവന്റെ മനസ്സിന് ശാന്തിയാണ്. കാരണം എന്ത് തന്നെ വന്നു പോയാലും അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത, അല്ലാഹുവേ നീ നൽകിയത് മുടക്കാൻ ഒരാളുമില്ല, വലാ മുഅ്തിയ ലിമാ മനഅത, നീ തടഞ്ഞത് നൽകാനും ഒരാളുമില്ല. എല്ലാം തരുന്നത് നീയാണ്. മുടങ്ങുന്നുണ്ടെങ്കിൽ അതും നിന്റെ വക തന്നെയാണ്. അവിടെ മനസ്സിന് ശാന്തിയാണ്, അവന്റെ മനസ്സിന് സ്വസ്ഥതയാണ്. അവനെല്ലാം അവനിൽ വരവേൽപ്പിക്കും. അതുകൊണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ അവൻ പറയും ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബിയല്ലാഹ്, എനിക്കല്ലാഹ് മതി, അലൈഹി തവക്കൽതു ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു, അവനൊഴികെ ഒരു ആരാധ്യനുമില്ല. അലൈഹി തവക്കൽതു, അവന്റെ മേൽ ഞാനെല്ലാം വരവേൽപ്പിച്ചിരിക്കുന്നു. വഹുവ റബ്ബുൽ അർശിൽ അലീം, മഹത്തായ സിംഹാസനത്തിന്റെ ഉടമയായ റബ്ബാണല്ലോ അവൻ. അതുകൊണ്ട് എന്റെ മനസ്സിന്റെ എല്ലാ അസ്വസ്ഥതകൾക്കും പരിഹാരം അവനിലുള്ള തവക്കുല് തന്നെ. ഇതാണ് വിശ്വാസിയുടെ മനസ്സിന് വലിയ ആശ്വാസം. ഇത് ഖുർആനിലൂടെ കിട്ടാൻ. ഇതെങ്ങനെയായി ഖുർആനിലൂടെ കിട്ടൽ? നമുക്കൊരു സങ്കടം വരുമ്പോ, ഒരു ദുഃഖം വരുമ്പോ ഖുർആൻ ഓതിയിട്ട് എങ്ങനെ വിഷമം മാറുക? അത് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഖുർആൻ ഓതിയിട്ട് വിഷമം മാറൽ എങ്ങനെയാ? നിങ്ങൾ നോക്കൂ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മാനസികമായിട്ട് ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഏറെ വിഷമങ്ങൾ സഹിച്ച്, ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് പീഡനങ്ങൾ, പ്രയാസങ്ങൾ, ഒരുപാട് പരീക്ഷണങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സ് വേദനിച്ചപ്പോ അതാ ഖുർആനിലൂടെ അല്ലാഹു ചില ചരിത്രങ്ങൾ അങ്ങ് ഓതിക്കൊടുത്തു. മുൻകഴിഞ്ഞു പോയ മഹാന്മാരുടെ ചരിത്രങ്ങൾ, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഖുർആനിലൂടെ നബിക്കങ്ങ് പഠിപ്പിച്ചു കൊടുത്തു. നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായ സംഭവങ്ങൾ, ഹൂദ് നബിക്കുണ്ടായ സംഭവങ്ങൾ, സ്വാലിഹ് നബിക്കുണ്ടായ സംഭവങ്ങൾ, ശുഐബ് അലൈഹിസ്സലാമിനുണ്ടായ സംഭവങ്ങൾ, മൂസാ അലൈഹിസ്സലാമിനുണ്ടായ സംഭവങ്ങൾ, അയ്യൂബ് നബിയുടെ ജീവിതത്തിലുണ്ടായ പരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ യൂനുസ് അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ, യൂസുഫ് അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ, ഇങ്ങനെ അമ്പിയാക്കളുടെ ഒട്ടേറെ ചരിത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഖുർആനിലൂടെ റബ്ബ് കേൾപ്പിച്ചു. എന്തിനെ? അതാ വിഷയം. എന്തിനാ കൽപ്പിച്ചത്? ഖുർആൻ പറയുന്നത് നോക്കൂ, സൂറത്തുൽ ഹൂദിന്റെ അവസാന ഭാഗത്ത് കാണാം, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക വജാഅക ഫീ ഹാദിഹിൽ ഹഖ് വമൗഇദത്തുൻ വദിക്റാ ലിൽ മുഅ്മിനീൻ. വകുല്ലൻ നഖുസ്സു അലൈക, താങ്കൾക്കിതാ നാം കഥ പറഞ്ഞു തരുന്നു. മിന്നംബാഇർ റുസുലി, പ്രവാചകന്മാരുടെ വർത്തമാനങ്ങളെ നബിയെ താങ്കൾക്കിതാ ഞാൻ കഥയായി പറഞ്ഞു തരുന്നു. എന്തിനാണത്? എന്തൊക്കെ കഥകളാ ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നത്? മാനുസബ്ബിതു ബിഹി ഫുആദക, നിന്റെ ഹൃദയത്തിന് വല്ലാത്തൊരു ആശ്വാസം കിട്ടാൻ, നിന്റെ ഹൃദയത്തിന് ആശ്വാസം പകരാവുന്ന കഥകൾ എല്ലാം ഞാൻ നിനക്ക് അറിയിച്ചു തരുന്നു. ആ കഥകൾ
കഥകളൊക്കെ കേൾക്കുന്നതിലൂടെ അതിലൂടെ നിനക്കിതാ സത്യം ഇങ്ങനെ വന്നു കിട്ടുകയാണ്. പിന്നെയോ നിനക്ക് മാത്രമാണോ ഇതുകൊണ്ട് കാര്യം? അല്ല, അത് സതുപദേശമാണ്, അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരു ഉത്ബോധനവുമാണ്. ആർക്കൊക്കെ? ലിൽ മുഅ്മിനീൻ, ഈമാനുള്ള കക്ഷികൾക്ക് മുഴുവനും. അപ്പൊ ഖുർആനിലൂടെ ഖുർആൻ ഓതുമ്പോ ആശ്വാസം കിട്ടൽ ഇങ്ങനെയാണ്. നമ്മളിപ്പോ ഒരു പ്രയാസം നിറഞ്ഞു, മനസ്സിന് ഭയങ്കര ടെൻഷൻ. എന്താ ഒരാൾക്ക് പ്രയാസം? എന്നും പരീക്ഷണാണ്, ജീവിതത്തിൽ എന്നും രോഗങ്ങളാണ്, മാരകമായി പടരുന്ന രോഗങ്ങളാണ്, അതുപോലെ തന്നെ ദാരിദ്ര്യമാണ്, ഒരുപാട് പ്രതിസന്ധിയാണ്. അയാൾ ഇങ്ങനെ മനസ്സ് വിഷമിച്ചിട്ട് അയാള് മനസ്സിന്റെ വിഷമം തീരാൻ വേണ്ടി പരിഹാരമായിട്ട് ഖുർആൻ ഓതുമ്പോ അയാൾ ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കാണുകയാണ് ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട അയ്യൂബ് അലൈഹിസ്സലാമിന്റെ ചരിത്രം. അതുപോലെ തന്നെ സന്താന സൗഭാഗ്യമില്ലാതെ വിഷമിച്ച പല മഹാന്മാരുടെയും ചരിത്രം. ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് പരിഹാസങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് മനസ്സിന് ഏറെ വിഷമം സഹിച്ചിട്ടുള്ള ഒട്ടേറെ മഹാന്മാരുടെ ചരിത്രം. ഇങ്ങനെയുള്ള ധാരാളം ചരിത്രങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോ അവന്റെ മനസ്സിൽ അവന് തോന്നുകയാണ്, എന്ത്? അല്ലാഹുവേ, ഞാനൊക്കെ നിന്റെ ഒരു സാധാരണ അടിമയല്ലേ? നീ തെരഞ്ഞെടുത്തവരായ മഹത്തുക്കളായ ആളുകൾക്ക് പോലും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊക്കെ സംഭവിച്ചത് എത്ര നിസ്സാരമാണ്. നിന്റെ തീരുമാനങ്ങൾ നടക്കേണ്ടത് തന്നെയാണ്, എനിക്കതിൽ പരാതിയില്ല. നീ എന്ത് തീരുമാനിച്ചാലും നിന്റെ തീരുമാനങ്ങളൊക്കെ നീതിപൂർവമാണ്, ഞാനത് തൃപ്തിപ്പെട്ടിരിക്കുന്നു. മനസ്സിന് വലിയൊരാശ്വാസം. ഇങ്ങനെ ആശ്വാസം കിട്ടുക, ഇങ്ങനെയാണ് നമുക്ക് സമാധാനം കിട്ടുന്നത്, ഇങ്ങനെയാണ് നമുക്ക് ശാന്തി കിട്ടുന്നത്. പക്ഷേ അതിന് നമ്മൾ കേവലം പാരായണം കൊണ്ട് കഴിയുമോ? നമ്മൾ എന്താ ഓതുന്നതെന്ന് തിരിയണ്ടേ? നൂഹ് നബിയുടെ സംഭവം പറയുമ്പോ, മൂസാ അലൈഹിസ്സലാമിന്റെ ത്യാഗം പറയുമ്പോ, അയ്യൂബ് നബിയുടെ രോഗവിവരങ്ങൾ പറയുമ്പോ, അതുപോലെ തന്നെ പീഡിപ്പിക്കപ്പെട്ട ഒട്ടേറെ പ്രവാചകന്മാരെ കൊലക്കത്തിക്കിരയാക്കിയ സംഭവങ്ങൾ പറയുമ്പോ, ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ഈമാനിലേക്ക് കടന്നു വന്നു എന്നതിന്റെ പേരിൽ മാത്രം തീയിലിട്ട് പച്ചയായ മനുഷ്യരെ ചുട്ടുകളഞ്ഞ അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ ചരിത്രം കേൾക്കുമ്പോ, അങ്ങനെ ഒരുപാട് ആളുകളുടെ ചരിത്രം കേൾക്കുമ്പോ എത്ര തന്നെ നീറുന്ന മനസ്സാണെങ്കിലും മനസ്സിന് വല്ലാത്തൊരയവ് വരുന്നു, സംഘർഷത്തിന് കുറവ് വരുന്നു. എന്താ കാരണം? അയാൾക്കത് തിരിഞ്ഞു. പക്ഷേ തിരിയാതെയാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു രുചി അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, കേവലം പാരായണം മാത്രം പോരാ, പഠനം വേണം, അർത്ഥം മനസ്സിലാക്കണം, ആശയം അറിയണം, എങ്കിലല്ലേ ചിന്തിക്കാൻ കഴിയൂ. ചിന്ത ഒരു കാര്യത്തെക്കുറിച്ച് വരണമെങ്കിൽ എന്താ നമ്മൾ പറയുന്നതെന്ന് തിരിയണ്ടേ, എന്താണ് ആ വായിച്ചതെന്ന് അറിയണ്ടേ. അതല്ലേ നമുക്ക് നരകം കേൾക്കുമ്പോ പേടി തോന്നാത്തത്. നമ്മൾ ഖുർആനിൽ നിന്ന് നരകത്തെ കുറിച്ച് ഇങ്ങനെ ചില ഇമാമിയങ്ങൾ നരകത്തെ കുറിച്ചുള്ള ആയത്ത് ഇങ്ങനെ ഓതുമ്പോ പല ആളുകളും കരയുന്നു, നമുക്ക് കരച്ചിൽ വരുന്നില്ല. എന്താ കാരണം? എന്താ ഓതിയത് നമുക്ക് തിരിഞ്ഞിട്ടില്ല. സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോഴും ഒരു ശബ്ദമാണ് നമ്മൾ കേട്ടത്, നരകത്തെ കുറിച്ച് കേട്ടപ്പോഴും നമ്മുടെ മനസ്സിന് ഒരുപോലെ. സ്വർഗം കേട്ടപ്പോൾ സന്തോഷം തോന്നിയില്ല, നരകം കേട്ടപ്പോൾ പേടി തോന്നിയില്ല. കാരണം സ്വർഗത്തെ കുറിച്ച് കേട്ടപ്പോഴും നരകത്തെ കുറിച്ച് കേട്ടപ്പോഴും നമ്മൾ കേട്ടത് ഒരു ശബ്ദം മാത്രമാണ്. എന്താണ് ആ ശബ്ദത്തിന്റെ ആശയമെന്ന് നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ട് നമുക്കൊട്ട് കരയാനും സന്തോഷിക്കാനും സാധിച്ചതുമില്ല. ഇതാണ് നമുക്കിന്ന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം. ഇതിനെന്താ പരിഹാരം? ഇതിനെന്താ പരിഹാരം? ഓരോരുത്തരും സ്വന്തം പരിഹാരം തുടങ്ങുക. ഓരോരുത്തരും പരിഹാരം തുടങ്ങുക. എന്താ പരിഹാരം? ആദ്യം ഞാൻ ചോദിക്കുക, എനിക്ക് ഖുർആൻ ഓതാനറിയോ? ഇല്ല, എന്നാ പഠിക്കുക. വായന പഠനം. വായന പഠിച്ചോ? എന്നാ പിന്നെ ഇനി മനസ്സിലാക്കുക, അതിന് അർത്ഥം എന്നറിയണ്ടേ? അർത്ഥം പഠിക്കുക, ആശയം പഠിക്കുക. അതിനുള്ള അവസരങ്ങളുണ്ടോ? എമ്പാടുമില്ലേ? എമ്പാടും അവസരങ്ങളില്ലേ? എവിടെയാണ് അവസരങ്ങളില്ലാത്തത്? ഈ ഷാർജയിൽ തന്നെ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ ഓഫീസുകളിൽ എത്ര കൊല്ലങ്ങളോളമായി ധാരാളക്കണക്കിന് ബാച്ചുകളിലൂടെ
വിശുദ്ധ ഖുർആനിന്റെ പഠനം നടക്കുന്നില്ലേ? ഈ ഉള്ളവന്റെ അനുഭവത്തിൽ 17ഓളം വർഷമായി ഈ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബിൽ റമദാനിൽ പ്രഭാഷണം നടത്താൻ തുടങ്ങിയിട്ട് 17 വർഷമായി. അൽഹംദുലില്ലാ. ആ 17 വർഷക്കാല ഇളവിനുള്ളിൽ ഇത് ഈ പള്ളിയിൽ നിന്ന് പറയാത്തൊരവസരം എന്റെ ഓർമ്മയിൽ കഴിഞ്ഞു പോയിട്ടില്ല. ഓരോ റമദാനിലും ഇതുപോലെയുള്ള വേദികളിൽ വെച്ച് പരിചയപ്പെടുത്തപ്പെടാറുണ്ട്. ഇതാ നിങ്ങളെ കാത്തിരിക്കുന്ന ഇസ്ലാഹി സെന്ററിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. പഠിക്കാനും വായിക്കാനും അറിയാത്തവരുണ്ടോ? ചിന്തിക്കാൻ അറിയാത്തവരുണ്ടോ? അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലാത്തവരുണ്ടോ? കടന്നു വരൂ. നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാൻ തയ്യാറുള്ള പണ്ഡിതന്മാരുണ്ട്. ആളുകൾ തയ്യാറായി കാത്തിരിക്കുകയാണ്. പക്ഷേ ഖുർആൻ ചോദിച്ചതുപോലെ പഠന സംരംഭങ്ങൾ ഇല്ലാത്തതൊന്നുമല്ല കാരണം, പഠിക്കാൻ അവസരങ്ങളില്ലാത്തതൊന്നുമല്ല കാരണം, താല്പര്യമില്ലായ്മയാണ് കാരണം. ഖുർആൻ ചോദിച്ചില്ലേ? ഖുർആൻ പറഞ്ഞില്ലേ? ഈ ഖുർആനിനെ നാം എളുപ്പമാക്കി തന്നിരിക്കുന്നു. എളുപ്പമല്ലാത്തത് കൊണ്ടല്ല പഠിക്കാത്തത്, താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഫഹൽ മിൻ മുദ്ദക്കിർ, ചിന്തിക്കാൻ തയ്യാറുള്ളവരുണ്ടോ? എത്ര ആളുകൾ കടന്നു വന്നിട്ടുണ്ട് എനിക്കറിയാം. ഈ ഉള്ളവനറിയാം. ഒരുപാട് ഡോക്ടർമാർ എങ്ങനെയാണ് ഈ ഗ്രന്ഥം എന്നറിയാത്ത ആളുകൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ സമീപിച്ച് അവര് ഖുർആൻ പണ്ഡിതന്മാരായിട്ടുണ്ട്, പണ്ഡിതകളായിട്ടുണ്ട്. കേവലം വാക്കിൽ പറയുന്ന ഭംഗി വാക്കല്ല ഇത്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഒരാൾ ഓതുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റു വന്നാൽ അത് തിരുത്തിക്കൊടുക്കാൻ കഴിവുള്ള ഡോക്ടർമാരും എഞ്ചിനീയർമാരും എന്ന് സമൂഹത്തിലുണ്ട്. എന്തിനാ അവരുടെ പേര് പറഞ്ഞത്? ഡോക്ടർമാരും എഞ്ചിനീയർമാരും പറഞ്ഞത് എന്തിനാ? ഇന്ന് സമൂഹത്തിൽ ഒരാൾ ഡോക്ടറോ എഞ്ചിനീയറോ ആയാൽ അവന് പിന്നെ ഇസ്ലാമിനോട് അലർജിയാണ്, നിരീശ്വരവാദിയാണ്. അവൻ ഇസ്ലാമിനോട് അനുസരിച്ച് ജീവിച്ചുവെങ്കിൽ അത് ഫാഷന് നിരക്കാത്തതാണ്. അതൊക്കെ ഒരു വിദ്യാഭ്യാസമില്ലാത്ത മഠയന്മാര് പഠിക്കേണ്ടതാ ഖുർആനിനാണ് ആളുകളുടെ ധാരണ. ഞങ്ങളൊക്കെ വലിയ ബുദ്ധിമാന്മാരാണ്, ഞങ്ങൾ ബിസിനസ്സുകാരാണ്, ഞങ്ങൾ വലിയ തന്റേടികളാണ്, ഞങ്ങളൊക്കെ പഠിക്കേണ്ടതൊന്നല്ല ഖുർആൻ. അതൊക്കെ നിലവാരത്തിലുള്ള ചില ആളുകൾക്ക് പറഞ്ഞതാണ് എന്നൊരു ധാരണ സാധാരണ ജനങ്ങളിൽ വല്ലാതെ മൂടുറക്കുന്നുണ്ട്. അതുകൊണ്ടാ പറയുന്നത്, പ്രഗത്ഭരായ വിദ്യാഭ്യാസ രംഗത്തെ ഉന്നത നിലവാരം പുലർത്തുന്ന ആളുകൾ ഇന്ന് ഈ ഖുർആനിലൂടെ മുന്നേറിയിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ, കേരള ഹൈക്കോടതിയിലെ സീനിയർ വക്കീലാണ് അഡ്വക്കേറ്റ് മായിൻകുട്ടി മേത്തർ. നിങ്ങൾക്ക് പരിചയമില്ലേ? നാളെ ദുബായിലെ ജംഇയ്യത്തുൽ ഇസ്ലാഹ് ഓഡിറ്റോറിയത്തിൽ പ്രഭാഷണം നടത്തുന്ന ആ വ്യക്തി ഒരു അറബി കോളേജിൽ പോയി പഠിച്ചൊരു മതപണ്ഡിതനൊന്നുമല്ല. കേവലം ഒരു ഹൈക്കോടതിയിലെ സീനിയർ വക്കീലാണ് അദ്ദേഹം, അഭിഭാഷകനാണ് അദ്ദേഹം. എല്ലാ രംഗത്തും കഴിവ് തെളിയിച്ച ആ പ്രഗത്ഭനായ മനുഷ്യൻ ഈ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് പഠിക്കാൻ അദ്ദേഹം ഒന്ന് മനസ്സ് കാണിച്ചതാണ് ഒരു ദിവസം. എനിക്കും പഠിക്കണം ഇതൊന്ന്. അങ്ങനെ പഠിച്ചാൽ കിട്ടുമെന്നല്ലേ പറയുന്നത്? ഞാനും ഒന്ന് തയ്യാറാകട്ടെ. അദ്ദേഹം പഠിച്ചു, വളർന്നു. ഇന്നതാ ആയിരങ്ങളെ സാഗൂതം പിടിച്ചിരുത്താൻ കഴിവുള്ള പ്രഭാഷണ പാടവത്തിലൂടെ അദ്ദേഹം വളർന്നു കഴിഞ്ഞു. ഈ ഗ്രന്ഥത്തിന്റെ പവറാണത്. നിങ്ങൾക്കറിയാമോ, നാട് മുഴുവൻ നിരീശ്വരവാദം പ്രചരിപ്പിച്ചിരുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലും ഏറനാട് ഗ്രാമങ്ങളിലുമൊക്കെ നിരീശ്വരവാദം പറഞ്ഞു നടന്നിരുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ ഉസ്മാൻ സാഹിബ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകം ഈ കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുത്തതിന്റെ പിന്നിൽ ആ ഡോക്ടറുടെ കരങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകളെ നിരീശ്വരവാദത്തിലേക്ക് നയിച്ചതിന് അയാൾക്ക് പങ്കുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു ദിവസം ചിന്തിച്ചതാണ്, ഒരു പണ്ഡിതന്റെ പ്രഭാഷണം കേട്ടപ്പോൾ അയാൾ ഇരുന്ന് കരഞ്ഞാലോചിച്ചതാണ്, എനിക്കും മരിക്കണ്ടേ, ഞാനും ഈ ഗ്രന്ഥത്തിന്റെ അനുയായിയല്ലേ, എന്റെ ഖബറിലും എന്നോടും എന്റെ നാഥൻ ഇതിനെപ്പറ്റി ചോദിക്കില്ലേ, അള്ളാന്റെ കോടതിയിലെത്തുമ്പോ ഞാനും ഇതിന് മറുപടി പറയേണ്ടി വരില്ലേ എന്ന് ചിന്തിച്ച് അദ്ദേഹം ഖുർആൻ എടുത്തുകൊണ്ട് ആ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹം കേരള നുദുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന തൗഹീദി പ്രബോധനത്തിന്റെ പടയണിയുടെ അമരത്തിരിക്കാൻ പ്രാപ്തനായ പ്രസിഡന്റായിക്കൊണ്ടാണ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് മരണപ്പെട്ടു പോയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കുമാറാകട്ടെ. ഒരുപാട് തൗഹീദിന്റെ ഗ്രന്ഥങ്ങളെ, ചെറുതാണെങ്കിലും അള്ളാഹുവിനുള്ള വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ മലയാളി കൈരളിക്ക് സമ്മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം വിട പറഞ്ഞു പോയിട്ടുള്ളത്. നമ്മൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്?
എന്തിനാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്? മരിച്ചുപോയ ആളുകളെയും ഇന്നും ജീവിച്ചിരിക്കുന്നവരെയും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണ്? എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കുന്ന ഒരു കാര്യമാണിതെന്ന് പറയാനാണ്. ഇതൊന്നും ആർക്കും കഴിയാത്തൊരു മരീചികയല്ല, ആർക്കും എത്തിപ്പെടാനാവാത്ത ഒരു മേഖലയല്ല ഖുർആൻ പഠനം എന്നത്. തയ്യാറുണ്ടോ എന്നതാണ് ചോദ്യം. നിങ്ങൾക്ക് മനസ്സുറപ്പില്ലേ? അള്ളാന്റെ കോടതിയിൽ പോയി നിൽക്കണ്ടേ? എടോ, നീ എന്താണ് ഈ ഗ്രന്ഥവുമായി സമീപിച്ചത്? നീ ഖുർആൻ പഠിച്ചിരുന്നുവോ? നീ ഖുർആൻ തെറ്റുകൂടാതെ വായിക്കാൻ അറിയാമായിരുന്നുവോ? എടോ, നിനക്ക് എത്ര വയസ്സ് നീ ജീവിച്ചു? നീ ദുനിയാവിൽ എത്ര കാലം നീ ജീവിച്ചു? നീ എത്ര കാലം, നീ എത്രയെല്ലാം രാജ്യങ്ങളിൽ സഞ്ചരിച്ചു? എന്നിട്ട് നീ എന്റെ കലാമിനോട് സ്വീകരിച്ച സമീപനം എന്താണ്? നീ അതിനെ പുറകോട്ട് വലിച്ചെറിഞ്ഞില്ലേ? നീ അത് പഠിച്ചില്ലല്ലോ, നീ അത് പാരായണം ചെയ്തില്ലല്ലോ, നീ അതിലെ ഹലാൽ അനുസരിച്ച് ജീവിച്ചില്ലല്ലോ, നീ അതിലെ ഹറാം അനുസരിച്ച് ജീവിച്ചില്ലല്ലോ. നീ കച്ചവടം ചെയ്തപ്പോ അതിലെ നിയമങ്ങൾ നോക്കിയിട്ടല്ലോ, നീ കുടുംബ ജീവിതം നയിച്ചത് അതിലെ നിയമം നോക്കിയിട്ടല്ലോ, നീ സമ്പാദിച്ചത് അതിലെ നിയമം നോക്കിയിട്ടല്ലോ, നീ വിശ്വസിച്ചത് അതിലെ വിശ്വാസപ്രകാരമല്ലല്ലോ, നീ ആചരിച്ചത് അതിലെ ആചാരം അനുസരിച്ചല്ലോ, നീ ജീവിച്ചതും നിന്റെ സ്വഭാവം നിലനിർത്തിയതും അതനുസരിച്ചുകൊണ്ടല്ലോ. എന്ത് പറ്റി നിനക്ക്? നിനക്കെന്ത് മറുപടി പറയാനുണ്ട് എന്ന് രാജാതിരാജനായ റബ്ബിന്റെ കോടതിയിൽ ഒരു പാർട്ടിക്കാരും നമ്മെ സഹായിക്കാനില്ലാതെ, ഒരാളും നമുക്ക് രക്ഷയില്ലാതെ, ആരും നമുക്ക് രക്ഷിക്കാനില്ലാതെ നാം അവിടെ നിന്നുകൊണ്ട് വിലപിക്കുന്ന ഘട്ടത്തിൽ നമുക്കവിടെ രക്ഷയും തുണയും നൽകാൻ ആരാണുണ്ടാവുക? ആരാണുണ്ടാവുക? ആരാണ് നമുക്കിനി ഖുർആൻ പഠിക്കണം എന്ന് പറയാൻ വരേണ്ടത്? ആരാണ് നമുക്കിനി ഇതിന് വേണ്ട പ്രചോദനം നൽകേണ്ടത്? ഫഹൽ മിൻ മുദ്ദക്കിർ, ഫഹൽ മിൻ മുദ്ദക്കിർ. തയ്യാറുള്ളവരുണ്ടോ? ചിന്തിക്കാൻ ആളുകളുണ്ടോ? കടന്നു വരൂ എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഗ്രന്ഥം നമ്മുടെ മനസ്സിന് ആശ്വാസം പകരണമോ? നമ്മുടെ ഹൃദയത്തിന് വെളിച്ചമാകണോ? നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമാകണോ? ഇത് പഠിച്ചേ പറ്റൂ. ഇത് പഠിക്കാതെ മാറിപ്പോയാൽ നമ്മൾ വിചാരിക്കും അതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കാനില്ലെന്ന്. പക്ഷേ കരച്ചിൽ തുടങ്ങും മരണവേളയിൽ. മരണത്തിന്റെ നേരത്ത് നമ്മൾ പറയും, പടച്ച റബ്ബേ, ഒരൽപ്പം നീ എന്നെ ഒന്ന് പിന്തിച്ചിട്ട് തന്നാൽ ഞാൻ പഠിക്കാം, ഞാൻ നല്ലവനായിക്കൊള്ളാം, ഞാൻ സാലിഹീങ്ങളിൽ പെട്ടവനായി ജീവിച്ചുകൊള്ളാം. പടച്ച റബ്ബിന്റെ മറുപടി എന്താണ്? വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അവധിയെത്തി കഴിഞ്ഞാൽ ഒരു ശരീരത്തെയും അല്ലാഹു പിന്തിപ്പിച്ചിടുന്നതല്ല. മരണനേരത്തെ വിലാപം കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ ഖുർആനിനെ പഠിക്കേണ്ട നിലക്ക് പഠിക്കണേ സഹോദര സഹോദരി. പഠിക്കുമ്പോൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട നിലക്ക് പഠിക്കണം. അതെന്താണ്? ഖുർആനിന്റെ ഏറ്റവും വലിയ വെളിച്ചം തൗഹീദാണ്. ഖുർആൻ മൂന്നിലൊരു ഭാഗവും പഠിപ്പിച്ചത് തൗഹീദാണ്. ഇന്ന് ചില ആളുകളൊക്കെ, പണ്ടൊക്കെ ചിലർ ഖുർആൻ പഠിക്കാൻ പാടില്ലെന്നും പരിഭാഷപ്പെടുത്താൻ പാടില്ലെന്നും ഒക്കെ പറഞ്ഞിട്ട് ഈ സമുദായത്തെ ഖുർആനിൽ നിന്ന് തടഞ്ഞു. ഇന്നിപ്പോൾ ആളുകൾ ഇതാ ഖുർആൻ പഠനത്തിന് വേണ്ടി കേഴുകയാണെന്ന് ചിലർക്കൊക്കെ തോന്നിയപ്പോ ചില ഖുർആൻ പ്രഭാഷകന്മാരൊക്കെ രംഗത്ത് വന്നു, ചില ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ ഡയറക്ടർമാരൊക്കെ രംഗത്ത് വന്നു. എന്നിട്ട് എന്തേ ഉണ്ടായത്? അവരുടെ മുന്നിൽ തടിച്ചുകൂടിയ ആയിരങ്ങൾ പ്രഭാഷണം കേട്ട് തിരിച്ചു പോകുമ്പോ അല്ലാഹുവിനോട് മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, വേറെ പലരോടും പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന അറിവുമായിട്ടാ തിരിച്ചു പോകുന്നത്. നോക്കണം നിങ്ങൾ, എന്തൊരു വിരോധാഭാസമാണ്. ഖുർആൻ ക്ലാസ്സിൽ നിന്ന് തിരിച്ചു പോകുമ്പോ എന്താ കിട്ടിയത്? അള്ളാഹിനോട് മാത്രമൊന്നുമല്ല പ്രാർത്ഥിക്കേണ്ടത്, വേറെയും പലരോടും പ്രാർത്ഥിക്കാനുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഖുർആൻ പ്രഭാഷകന്മാരാണെങ്കിൽ അത് ഈ ലോകത്തിന് ശാപമാണ്. അത് ഈ ഖുർആൻ കൊണ്ടുള്ള വെളിച്ചം കിട്ടലല്ല, ഈ ഖുർആൻ കൊണ്ട് തന്നെ ഒട്ടേറെ ആളുകൾ വഴിപിഴച്ചു പോകുന്നതുമാണ്. അങ്ങനെ പഴച്ചു പോകുന്ന കൂട്ടരാണ് ഖുർആനിന്റെ ആയത്തോതിക്കൊണ്ട് അല്ലാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കണമെന്ന് ഖുർആൻ ആയത്തോതിക്കൊണ്ട് പറയുന്ന പ്രഭാഷകന്മാരുണ്ടെങ്കിൽ, അല്ലാഹു അല്ലാത്തവർക്കും നേർച്ച വഴിപാടുകൾ ചെയ്യണമെന്ന് ഖുർആൻ ഓതിക്കൊണ്ട് ഏതെങ്കിലും പ്രഭാഷകന്മാര് പറയുന്നുണ്ടെങ്കിൽ അത് ഖുർആനിൽ നിന്ന് വെളിച്ചം കിട്ടിയിട്ടല്ല, ഖുർആനിനോട് അനാദരവാണ് അവർ കാണിക്കുന്നത്. ഖുർആനിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ഏറ്റവും വലിയ നൂറ്
ഏറ്റവും വലിയ വെളിച്ചം തൗഹീദിന്റെ വെളിച്ചമാണ്. അതിന് തയ്യാറാവുകയാണെങ്കിൽ ഏത് പ്രതിസന്ധിക്കും അതിൽ പരിഹാരമാണ്. ലോകത്തിന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യത്തിന് പരിഹാരം ഖുർആനാണ്. പലിശ മുക്തമായ ഒരു സമ്പൽ വ്യവസ്ഥയാണ് ഖുർആൻ പറയുന്നത്. അത് സ്വീകരിക്കാത്തതാണ് സർവ്വ ബാങ്കുകൾക്കും സംഭവിച്ചത്, സർവ്വ വൻകിട മുതലാളിമാർക്കും പറ്റിപ്പോയത്. പലിശ മുക്തമായ ഒരു സമ്പൽ വ്യവസ്ഥയെ സ്വീകരിക്കാത്തതാണ്, പലിശയുടെ പ്രണേതാക്കളായതാണ് എല്ലാ ദുരന്തത്തിനും കാരണമായത്. ലോകത്തിന്ന് മനോരോഗികളുടെ എണ്ണം കൂടുന്നു, പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു. എന്താ കാരണം? ഖുർആൻ പറഞ്ഞതുപോലെയുള്ള ജീവിത ശുദ്ധിയിൽ നിന്ന് ജനങ്ങൾ അകന്നുപോയി. ജീവിത ശുദ്ധിയില്ല. കണ്ണുകൊണ്ട് അശ്ലീലമാ കാണുന്നത്, കാതുകൊണ്ട് അശ്ലീലമാ കേൾക്കുന്നത്, അശ്ലീലമായ രംഗങ്ങളാണ് ജീവിതം നിറയെ ആസ്വദിക്കുന്നത്. അവന് ലൈംഗിക ശുദ്ധിയില്ല, ലൈംഗിക ശുദ്ധിയില്ല, സാമ്പത്തിക ശുദ്ധിയില്ല, ധനശുദ്ധിയില്ല, ശരീരശുദ്ധിയില്ല. എല്ലാ ശുദ്ധികളും പോയപ്പോ ലോകത്ത് പടർന്നു പിടിക്കേണ്ട മാരക രോഗങ്ങളൊക്കെ ദിനം പ്രതി പടർന്നു പിടിക്കുന്നു. എയ്ഡ്സ് അതിന്റെ ഇരയാണ്, എബോള അതിന്റെ ഇരയാണ്. അതുപോലെ തന്നെ ഇവിടെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെയും സർവ്വ മുസ്ലിം ലോകത്തെയും അല്ലാഹു എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം സഹോദരന്മാരെ. ആ നിലക്കുള്ള ഏറ്റവും വലിയ വ്യാധികളാണ് ലോകത്ത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ കാരണം? ഈ ഗ്രന്ഥത്തെ അവഗണിച്ചത് തന്നെയാണ് കാരണം. അതുപോലെ തന്നെ കുടുംബ ജീവിതങ്ങളിൽ താളപ്പിഴകൾ വർദ്ധിക്കുകയാണ്, വിവാഹമോചന കേസുകൾ വർദ്ധിക്കുകയാണ്, ആരാന്റെ കൂടെ പെണ്ണുങ്ങൾ ഒളിച്ചോടൽ വർദ്ധിക്കുകയാണ്, അന്യമതസ്ഥരുടെ കൂടെ പോലും നാണമില്ലാതെ മുസ്ലിം പെൺകുട്ടികൾ ഇറങ്ങിയോടുന്ന കാര്യം വർദ്ധിക്കുകയാണ്. അങ്ങനെ തോന്നിയാസങ്ങൾ ധാരാളമായി നടമാടുകയാണ്. വ്യഭിചാരത്തിന്റെ വീടുകളായി മാറുകയാണ് പല വീടുകളും. ഭർത്താവ് സ്ഥലത്തില്ലെങ്കിൽ ഭർത്താവിനെ വഞ്ചിക്കുന്ന സ്ത്രീകളായി മാറുകയാണ്. ഭാര്യയെ വിട്ട് വിദേശത്ത് വന്നാൽ ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാരുടെ എണ്ണം കൂടുകയാണ്. എന്താണ് കാരണം? ഈ ഗ്രന്ഥത്തെ അവഗണിച്ചു, ഈ ഗ്രന്ഥം പറഞ്ഞതുപോലെ ജീവിച്ചില്ല. അങ്ങനെ ഇസ്ലാം എന്തൊക്കെ വിരോധിച്ചുവോ വിരോധിച്ചതൊക്കെ ചെയ്തപ്പോ ലോകത്ത് പടരേണ്ടതൊക്കെ പടർന്നു. പന്നിമാംസത്തെ പറ്റി ഖുർആൻ അത് നിരോധിച്ചപ്പോൾ പറഞ്ഞു, പന്നിമാംസം അത് മാലിന്യമാണ്, അത് മാലിന്യമാണ്, അത് മാലിന്യമാണെന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചു. അതിന്റെ ഇരയും അതിന്റെ ഭവിഷ്യത്തുകളും ഒക്കെ ലോകം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിശദീകരിക്കേണ്ടതില്ല, നമ്മളെല്ലാം ഉത്ബുദ്ധരാണ്. അങ്ങനെ ലോകത്ത് അള്ളാഹ് നിരോധിച്ചതിലൊക്കെയും അള്ളാഹു അതിന് പ്രത്യേകമായ ഹിക്മത്തുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ആ നിരോധിച്ചതിന്റെയൊക്കെ പ്രയാസങ്ങൾ, ആ നിരോധിച്ചതൊക്കെ അനുസരിച്ചുകൊണ്ട് മനുഷ്യന്മാര് ജീവിക്കാത്തതിന്റെ പ്രയാസങ്ങൾ ഈ ലോകമിന്ന് ദിനം പ്രതി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് പരിഹാരം ഒന്നേ ഉള്ളൂ. എന്താ പരിഹാരം? ഈ ഗ്രന്ഥത്തിന്റെ ഉപദേശം അനുസരിച്ച് ജീവിക്കുക. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഈ തനിമയാർന്ന വിശുദ്ധ ഗ്രന്ഥത്തോട് നീതി പുലർത്തിക്കൊണ്ട് ഇതിലെ അധ്യാപനങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സർവശക്തൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ലജ്ജയും അതുപോലെ തന്നെ മറ്റുള്ള ദുർന്യായങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഈ കലാമിനെ പഠിക്കാനുള്ള സന്മനസ്, അത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ എവിടെ വെച്ച് വിട പറയുകയാണെങ്കിലും ഈമാനോടുകൂടിയുള്ള ഒരു അന്ത്യം അള്ളാഹു നമുക്ക് വിധിക്കുമാറാകട്ടെ. പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരും